2026 ആളുകൾ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പോഡ്കാസ്റ്റുകൾ ബിസിനസ് പോഡ്കാസ്റ്റുകളാണ് അത്രേ. നമുക്ക് സംസാരിച്ച് തുടങ്ങാം അല്ലേ? തീർച്ചയായിട്ടും. അബ്ബാസ്, ഇപ്പോൾ നമുക്ക് പരിചിതമായിട്ടുള്ള ഒരുപാട് സെലിബ്രിറ്റി ബ്രാൻഡുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കെ ബ്യൂട്ടി ഫോർ കത്രീന കൈഫ്, ഇപ്പോൾ സൽമാൻ ഖാൻ്റെ ബീയിങ് ഹ്യൂമൻ. ഇത് ഇവരുടെ സ്വന്തം ബ്രാൻഡുകളാണോ അല്ലെങ്കിൽ ഇവർ എൻഡോഴ്സ് ചെയ്ത ബ്രാൻഡുകളാണോ? കത്രീന കൈഫും നൈക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബ്യൂട്ടി മാർക്കറ്റ് പ്ലേസും തമ്മിലുള്ള ഒരു ജോയിന്റ് വെഞ്ചർ ആയിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. അൾട്രാ വയലറ്റ് എന്നുള്ള മോട്ടോർ സൈക്കിൾ ഇലക്ട്രിക് EV മോട്ടോർ സൈക്കിൾ ബ്രാൻഡിൽ അദ്ദേഹം ഒരു ഇൻവെസ്റ്ററാണ്. അദ്ദേഹം അതിൻ്റെ ബ്രാൻഡ് പ്രൊമോഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ ബ്രാൻഡ് എൻഡോഴ്സ് ചെയ്യുന്ന ആൾ കൂടിയാണ്, സെലിബ്രിറ്റി ഫേസ് കൂടിയാണ്. അതിൻ്റെ പുറമെ അദ്ദേഹം പണം അതിനകത്ത് മുടക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഡാറ്റ. പൂമയുടെ അന്നുവരെ ചെയ്തിരുന്ന ഒരു ബ്രാൻഡ്, അതായത് ഇത്രയും 100 കോടിയോളം എന്തോ ഉള്ള ഒരു ഡീൽ ഉപേക്ഷിച്ചിട്ടാണ് വിരാട് കോഹ്ലി ആൾക്ക് സ്വന്തമായിട്ടുള്ളൊരു ബ്രാൻഡിങ് വേണം എന്ന് പറഞ്ഞിട്ട് 180 എന്ന് പറയുന്നൊരു ബ്രാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്തത്. ടൊവിനോ തോമസിൻ്റെ ഒരു ഫിറ്റ്നസ് ന്യൂട്രാസ്യൂട്ടിക്കൽസ് ബ്രാൻഡ് എൻഡോഴ്സ് ചെയ്ത് എങ്ങനെ ഉണ്ടായിരിക്കും? ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാരണം ടൊവിനോ തോമസിനുള്ള ഒരു സൂപ്പർമാൻ ഇമേജ് ആണ്. സ്നാപ് ഡീൽ എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടായിരുന്നു. ആ കമ്പനിയുടെ ഫേസ് നമ്മുടെ ആമിർ ഖാൻ ആയിരുന്നു. അതേ സമയത്ത് ആമിർ ഖാൻ ഇൻടോളറൻ്റ് ആണ് ഇന്ത്യയിൽ അസഹിഷ്ണുതയുണ്ട് എന്നുള്ളത് രൂപേണ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തും. ആപ്പിന്റെ റേറ്റിംഗ്സ് മനഃപൂർവ്വം ആൾക്കാർ പോയിട്ട് കുറച്ചു. എന്തിനേറെ പറയുന്നത് സ്നാപ് ചാറ്റിനെ സ്നാപ് ഡീലും സ്നാപ് ചാറ്റും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കി സ്നാപ് ചാറ്റിനെ വരെ ഡീഗ്രേഡ് ചെയ്യുന്ന സംഭവങ്ങളുണ്ടായി. വിരാട് കോഹ്ലിക്കാണോ ചില ബ്രാൻഡ് വാല്യൂ കൂടുതൽ, അല്ലെങ്കിൽ ഹോളിവുഡിലും ബോളിവുഡിലും ഒരേ സമയം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയങ്ക ചോപ്ര അല്ലെങ്കിൽ ദീപിക പദുക്കോൺ കൂടുതൽ ആർക്കാ ബ്രാൻഡ് വാല്യൂ കൂടുതൽ എന്നാണ് വിചാരിക്കുന്നത്? മഹേന്ദ്ര സിംഗ് ധോണിയുടെ പരസ്യം ഫോട്ടോ വെച്ചിട്ട് എന്ത് പ്രൊഡക്റ്റ് വന്നാലും തമിഴ്നാട്ടിൽ ഹിറ്റാവും. 2026 തുടങ്ങാൻ പറ്റിയ നല്ല ബിസിനസ് ചെയ്താൽ എല്ലാവരും ക്ലോത്തിങ് തുടങ്ങുമ്പോൾ ഞാനും തുടങ്ങിയേക്കാൻ തീരുമാനിക്കരുത്. നമുക്ക് എന്തെങ്കിലും ഒരു കാരണം വേണം ക്ലോത്തിങ് തുടങ്ങാൻ. ഒന്നുമില്ലെങ്കിൽ നമുക്ക് നല്ലോണം ഡ്രസ്സ് ചെയ്യാൻ ഇഷ്ടമാണ് എന്നതിൻ്റെ പേരിൽ ക്ലോത്തിങ് തുടങ്ങരുത്. എന്നാൽ ഒരു വൈറ്റമിൻ D അല്ലെങ്കിൽ ഒരു വൈറ്റമിൻ E അല്ലെങ്കിൽ ഒരു ഫിഷ് ഓയിൽ സപ്ലിമെന്റ് ഇതൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരിൽ നല്ല ഡ്രാസ്റ്റിക് ഇമ്പ്രൂവ്മെന്റ്. പെർഫ്യൂംസ് നല്ലൊരു കാറ്റഗറിയാണ്. എനിക്കറിയാവുന്ന അല്ലെങ്കിൽ ഞാൻ ഏഞ്ചൽ ഇൻവെസ്റ്റർ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് ദ പെർഫ്യൂം പ്രൊജക്ട് ബൈ ശ്രുതി രജനീകാന്ത്. ഇറ്റ്സ് ഗ്രോയിങ് ട്രെമൻഡസ്ലി വെൽ. ഇപ്പോൾ ജയ്പൂർ വാച്ച് കമ്പനി, ബാംഗ്ലൂർ വാച്ച് കമ്പനി, ഡൽഹി വാച്ച് കമ്പനി, അത്തരത്തിലുള്ള പേരുകളാണ് വരാറുള്ളത്. ഒരു കൊച്ചി വാച്ച് കമ്പനി ആർക്കാലും തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ വി കൻ ഡിസ്കസ്. ബിക്കോസ് ഐ ഓൾസോ ഹാവ് ഇൻട്രസ്റ്റ് ഇൻ ദാറ്റ്. CJ റോയ് അല്ലെ, ഡോക്ടർ CJ റോയ് നമ്മളെല്ലാവരും നല്ല രീതിയിൽ നോക്കിക്കണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒറ്റയടിക്ക് അത് സ്റ്റക്ക് ആകുമ്പോൾ അത് എങ്ങനെ ഇതിനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഡ്രോപ്പ് ഷിപ്പിംഗ് കൊണ്ടൊക്കെ വിജയിച്ച ഒരാളെ പോലും എനിക്ക് മലയാളത്തിൽ അറിയില്ല. വിജയിച്ചു എന്ന് പറഞ്ഞ് സ്ക്രീൻഷോട്ട് കാണിക്കുന്ന 10 പേരെ എനിക്ക് കാണിച്ചു തരാൻ പറ്റും. ഞാൻ അത്ര എക്സ്ട്രീം ആയിട്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പേര് പറയാത്തത്. ഹായ് യു ഗൈസ് വാച്ചിങ് പോർട്രേൽസ് ബൈ ഗദാഫി. നമ്മൾക്കിന്ന് ബിസിനസ്സിനെ പറ്റി സംസാരിക്കാം. അതായത് വെറും ബിസിനസ്സല്ല, സെലിബ്രിറ്റി ബിസിനസ്, സെലിബ്രിറ്റി എൻഡോഴ്സ്മെൻറ്റ്സ്. നമ്മൾ ഈയിടെയായിട്ട് ഒത്തിരി സെലിബ്രിറ്റീസ് അവരുടെ പുതിയ ബിസിനസ് പ്ലാൻസായിട്ട്, പുതിയ ബിസിനസ് ആഡ്സ് ആയിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഇതിനൊക്കെ പിന്നിലുള്ള സെലിബ്രിറ്റി ബിസിനസ് സാധ്യതകളെ പറ്റി സംസാരിക്കാൻ ഐ ഹാവ് someone very relevant. Abbas Addhara, angel investor and entrepreneur. നമസ്കാരം. ഈ പറയുന്ന പോലെ ബിസിനസ്സിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നത് വളരെ റെയറാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ 2026 ആളുകൾ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പോഡ്കാസ്റ്റുകൾ ബിസിനസ് പോഡ്കാസ്റ്റുകളാണ് അത്രേ. നമുക്ക് സംസാരിച്ച് തുടങ്ങാം അല്ലേ? തീർച്ചയായിട്ടും. അബ്ബാസ്, ഇപ്പോൾ നമുക്ക് പരിചിതമായിട്ടുള്ള ഒരുപാട് സെലിബ്രിറ്റി ബ്രാൻഡുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കെ ബ്യൂട്ടി ഫോർ കത്രീന കൈഫ്, ഇപ്പോൾ സൽമാൻ ഖാൻ്റെ ബീയിങ് ഹ്യൂമൻ, അതൊക്കെ നമ്മൾ ആമ്പിള്ളേരുടെയൊക്കെ ഒരു കാലത്തുള്ള ഭയങ്കര ഡ്രീം ടീഷർട്ട്സും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഈ ബ്രാൻഡുകളൊക്കെ ഇത് ഇവരുടെ സ്വന്തം ബ്രാൻഡുകളാണോ അല്ലെങ്കിൽ ഇവർ എൻഡോഴ്സ് ചെയ്ത ബ്രാൻഡുകളാണോ? എങ്ങനെയാണ് നമ്മളിതിനെ കാണേണ്ടത്? രണ്ട് രീതിയിലാവാം. എൻഡോഴ്സ്മെൻറ്റ് ഡീലുകൾ ഉണ്ടാവുന്നുണ്ട്. അതായത് ഒരു പണം കൊടുക്കുന്നതിന് പകരം കമ്പനിയുടെ ഷെയർസ് കൊടുത്ത് ചെയ്യുന്നതിന് നമുക്ക് എൻഡോഴ്സ്മെൻറ്റ് ഡീലുകൾ എന്ന് വിളിക്കാം. അതല്ലാതെ ജോയിൻറ്റ് വെഞ്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു കമ്പനിക്ക് ഒരു ബിസിനസ് തുടങ്ങണം, പുതിയൊരു ഫേസ് വെച്ചിട്ടാണ് തുടങ്ങേണ്ടത്. അവരടുത്ത് ആദ്യം മുതലേ ഡിസ്കസ് ചെയ്ത് രണ്ടുപേരുടെയും പാഷൻ അലൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് സെലിബ്രിറ്റിയുടെ പാഷനും ഇവരുടെ എന്താ പറയുക സ്കിൽസും അല്ലെങ്കിൽ കപ്പാസിറ്റിയും അലൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ജോയിൻറ്റ് വെഞ്ചറിലേക്ക് ഏർപ്പെടും. ഇപ്പോൾ ബീയിങ് ഹ്യൂമണും കെ ബ്യൂട്ടിയും രണ്ടും ജോയിൻറ്റ് വെഞ്ചേഴ്സാണ്. ഇപ്പം കെ ബ്യൂട്ടി നമുക്ക് എല്ലാവർക്കും അറിയാം കാട്രീന കൈഫിൻ്റെ ആണ്. കാട്രീന കൈഫും നൈക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബ്യൂട്ടി മാർക്കറ്റ് പ്ലേസും തമ്മിലുള്ള ഒരു ജോയിൻറ്റ് വെഞ്ചറായിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു സെലിബ്രിറ്റിക്ക് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് ഒരു പുതിയ ഒരു ബ്രാൻഡ് ലോഞ്ച് ചെയ്യാൻ താല്പര്യം ഉണ്ടാകുമ്പോഴാണ് ഇത്തരത്തിലുള്ള ജോയിൻറ്റ് വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് സെലിബ്രിറ്റിയുടെ ഫോക്കസ് എന്താണെന്ന് വെച്ചാൽ പ്രൈമറി മാർക്കറ്റിംഗ്. അവരുടെ ഓണർഷിപ്പിലുള്ള ബ്രാൻഡാണ്, അപ്പോൾ അവർ നല്ലോണം മാർക്കറ്റ് ചെയ്യും. രണ്ടാമത്തെ കാര്യം, അവർക്ക് ഒരു പ്രൊഡക്റ്റ് ലെവലിലുള്ള R&D ലെവലിലോ അല്ലെങ്കിൽ കൺസ്യൂമർ ഇൻസൈറ്റ്സ് ഒക്കെ കൊടുക്കാൻ നല്ലോണം പറ്റും. കാരണം അവർ ഒരുപാട് ഇത്തരം പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എത്തരത്തിലായിരിക്കണം എന്നതിൻ്റെ ബ്രാൻഡ് എന്നതിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ടാവാം. അപ്പോൾ ഇതും കൂടി ചേർന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സ്കില്ല് എന്ന് പറഞ്ഞാൽ ഇവർക്ക് പ്രൊമോഷൻ ചെയ്യാനുള്ള സ്കില്ലുണ്ട്, മറ്റവർക്ക് പ്രൊഡക്റ്റും അത് പ്ലേസ് ചെയ്യാനും അത് വിൽക്കാനും മാർക്കറ്റ് ചെയ്യാനും അതിനുള്ള ഓപ്പറേഷൻസ് കൈകാര്യം ചെയ്യാനുള്ള സ്കില്ലുണ്ട്. അപ്പോൾ അതൊരു വിൻ വിൻ സിറ്റുവേഷനാണ്. അതുകൊണ്ടാണ് ഗ്ലോബലി തന്നെ ഇപ്പം സ്കിംസ് എന്ന് പറഞ്ഞ ബ്രാൻഡ്, കിം കർദാഷ്യൻ്റെ, അല്ലെങ്കിൽ അത്തരത്തിൽ ഇൻഫ്ലുവൻസേഴ്സും സെലിബ്രിറ്റീസും ഒരുപാട് ഇത്തരം ബ്രാൻഡുകൾ റൺ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ചുവട് പിടിച്ചുകൊണ്ട്
ചെയ്തുകൊണ്ടാണ് ഇന്ത്യൻ മാർക്കറ്റിലേക്കും വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവർക്ക് ഷെയർ ആണ് ഉണ്ടാവുക, അതായത് പ്രോഫിറ്റിൻ്റെ ഷെയറാണ് ഇവർ പാർട്ടീഷൻ ചെയ്യുക അല്ലേ? രണ്ട് രീതിയിലാണ് ഉണ്ടാവുക. ഒന്ന് കമ്പനിയുടെ ഷെയർസ് ആണ് ഉണ്ടാവുക. തീർച്ചയായിട്ടും കമ്പനി ഷെയർസ് ഉണ്ടാകുമ്പോൾ അതിൽ പ്രോഫിറ്റ് എത്ര ഉണ്ടാക്കിയോ അതിന് എൻ്റെ ഷെയർ എത്രയാണ്, അതിൻ്റെ ലാഭം എനിക്ക് കിട്ടുമല്ലോ. അതല്ലാതെ ഈ കമ്പനി നാളെ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഇൻവെസ്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യുവേഷൻ കൂടില്ലേ. നമുക്ക് കേട്ടില്ല ഇത്ര കോടി ആസ്തി ഉണ്ട്, ഇത്ര കോടി ആസ്തി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബാങ്കിൽ ഇത്ര പൈസ ഉണ്ടെന്ന് എല്ലാ അർത്ഥം. ആ കമ്പനിക്ക് ഇത്ര വിലയുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി റിലയബിൾ ആയിട്ടുള്ള വാല്യൂ മനസ്സിലാവണം. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ട് എൻ്റെ അടുത്ത് 10% എൻ്റെ അടുത്തുണ്ടെന്ന് പറഞ്ഞാൽ 2000 കോടി രൂപ വാല്യൂ ഉള്ളൊരു കമ്പനിയുടെ 10% ആസ് എ സെലിബ്രിറ്റി ആണെന്ന് ഞാനെന്ന് വിചാരിക്കും എൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും 200 കോടി രൂപ എനിക്ക് കിട്ടിയതിന് തുല്യമാണല്ലോ. അപ്പോൾ ഒരു ലോങ് ടേം വെൽത്ത് ഉണ്ടാക്കാൻ ഇത്തരം സംവിധാനങ്ങളാണ് നല്ലതെന്ന് ആളുകൾ മനസ്സിലാക്കുന്നു. മറ്റൊന്ന് പറഞ്ഞാൽ ഒരു എൻഡോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം കിട്ടുന്ന എൻഡോഴ്സ്മെന്റ് ഫീ ആണ്. നമ്മുടെ കരിയർ താഴെ പോകാം മേലെ പോകാം പല സാഹചര്യങ്ങളുണ്ടാവാം. അപ്പോൾ അത് എൻഡോഴ്സ്മെന്റ് കൺസിസ്റ്റന്റ് ആയിട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പം ഇത് കാറ്ററീന കൈഫിന്റെ ലെവലിലുള്ള അല്ലെങ്കിൽ സൽമാൻ ഖാന്റെ ലെവലിലുള്ള ആളുകൾക്ക് മാത്രമല്ല, എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനും സെലിബ്രിറ്റീസിനും ഇത്തരം സാധ്യതകളെക്കുറിച്ച് പഠിക്കുന്നതും ആ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു ലോങ് ടേം ബെനിഫിറ്റിലേക്ക്, മ്യൂച്വൽ ബെനിഫിറ്റ്, ആ ബിസിനസ് ഓണർ ആരാണോ ആ ബിസിനസ് ഓണറിനും അല്ലെങ്കിൽ ആ കമ്പനി റൺ ചെയ്യുന്ന ആൾക്കും അതുപോലെ ഇതിലേക്ക് പാർട്ടായിട്ട് വരുന്ന സെലിബ്രിറ്റിക്കും മ്യൂച്വലി ബെനിഫിറ്റ് കിട്ടാവുന്ന സാധ്യതകളാണ് ഇതൊക്കെ. ഓക്കെ, അതെ. അപ്പോൾ ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഇതിപ്പോൾ പ്രോഫിറ്റ് ആണെങ്കിലാണല്ലോ ഇത് ഷെയർ ചെയ്യപ്പെടുക, നഷ്ടം സംഭവിച്ചു എന്ന് വിചാരിക്കും. ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് പിറ്റേ വർഷം നഷ്ടം സംഭവിച്ചു, അപ്പോഴോ? ഒരു വർഷം കൊണ്ട് ഒരു ബിസിനസ്സിനെ നമുക്ക് അളക്കാൻ പറ്റില്ല. എൻ്റെ ചേട്ടൻ ആണ് എൻ്റെ ബിസിനസ്സിൻ്റെ ഒരു ഗുരു എന്ന് പറയുന്നത്. ചേട്ടൻ പറഞ്ഞ കാര്യമുണ്ട്, ഒരു മഴയും ഒരു വെയിലും മുഴുവനായിട്ട് കണ്ടതിന് ശേഷമേ ഒരു ബിസിനസ് എന്തെങ്കിലും ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. മഴയും വെയിലും എന്ന് ഉദ്ദേശിക്കുന്ന ഒരു വർഷമെങ്കിലും കഴിയണം എന്നല്ല. പക്ഷേ വർഷങ്ങളാണ് നമ്മൾ എല്ലാ ബിസിനസ്സിലും അതിന് സമയമെടുക്കും. ആദ്യത്തെ 1-2 വർഷം ചിലപ്പോൾ വേണ്ട രീതിയിൽ പ്രോഫിറ്റ് കിട്ടിക്കൊള്ളം എന്നില്ല. കാരണം ആദ്യം നമ്മൾ ഒരുപാട് പൈസ ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് പ്രോഫിറ്റബിൾ ആയിക്കൊള്ളം എന്നില്ല. നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ നഷ്ടം ഇവർക്ക് നഷ്ടം ഉണ്ടാവുന്നില്ലല്ലോ. കാരണം ആ കമ്പനി ആരാണോ ഈ ഡിസൈൻ ചെയ്ത്, ആ ബിസിനസ് ആരാണ് ഡിസൈൻ ചെയ്ത് അവരുടെ പൈസയാണ് പോകുന്നത്. അപ്പോൾ ഇവർക്ക് പൈസ നഷ്ടമൊന്നുമില്ല. പിന്നെ സാധാരണ ഇതിലൊരു ബിസിനസ് തുടങ്ങുമ്പോൾ ആ തുടങ്ങുന്ന രീതിയിൽ ആ പാർട്ട്ണർഷിപ്പിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളാവാം, അല്ലെങ്കിൽ പ്രൊഡക്റ്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ പ്രൈസിങ്ങിൽ പ്രശ്നം ഉണ്ടാവാം. പല രീതിയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഒരു ബിസിനസ് സക്സസ്ഫുൾ ആവാതിരിക്കാം. അത്തരത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ദീപിക പടുകോണിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. ഓൾ അബൌട്ട് യു എന്ന് പറഞ്ഞൊരു ക്ലോത്തിങ് ബ്രാൻഡ് പണ്ട് ചെയ്തിരുന്നു. ആ ബ്രാൻഡ് ഇപ്പോൾ ഇല്ല. അല്ലെങ്കിൽ 82° എന്നാണ് ഞാൻ തോന്നുന്നത് അതിൻ്റെ പ്രൊണൗൺസിയേഷൻ. ആ ബ്രാൻഡും അത്ര പെർഫോം ചെയ്യുന്നില്ല. ഇപ്പോൾ 82° ഈയുടെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രൈസിംഗ് ആണ് റോങ് ആയിപ്പോയത്. അപ്പോൾ നമ്മളൊരു ഒരു ബിസിനസ് പ്ലാൻ ചെയ്യുമ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രൊഡക്റ്റ് കറക്റ്റ് ആയിരിക്കണം, അതിൻ്റെ പ്രൈസിങ് കറക്റ്റ് ആയിരിക്കണം, പ്രൈസിങ് നമ്മൾ ആർക്കാണോ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് അതുമായിട്ട് സെൻസിബിൾ ആയിരിക്കണം, റൈറ്റ് ആയിട്ടുള്ള രീതിയിൽ പ്രൊമോഷൻ ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ പ്രൈമറി പ്രൊമോഷൻ മാത്രമാണ് ഇവരുടെ ഡ്യൂട്ടി. സെക്കൻഡറി പ്രൊമോഷൻ സാധ്യതകൾ ഉപയോഗപ്പെടുത്താതിരിക്കുന്നത് ഒരു പ്രശ്നമായിരിക്കാം. ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല, ഇപ്പം നമ്മൾ വളരെ വലിയ സെലിബ്രിറ്റീസൊക്കെ നമുക്ക് അത്ര വലുതല്ല എന്ന് തോന്നുന്നത് നമുക്ക് ചിലപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റാത്ത ഇൻഫ്ലുവൻസേഴ്സുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ റീലുകൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്തിനാണ് ഇത്രയും വലിയ സെലിബ്രിറ്റി ഇത്രയും ഒരു സാധാരണ റീൽ ചെയ്യുന്ന ഒരാളായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നത്. കാരണം സെക്കൻഡറി പ്രൊമോഷനാണ്. എല്ലാ ലെവലിലേക്കും ആ സിനിമയുടെ പ്രൊമോഷൻ എത്തണമെങ്കിൽ എല്ലാ തരത്തിലുള്ള ആളുകളുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് റീലുകൾ ചെയ്യണം എന്ന് അവർക്ക് മനസ്സിലായി. ഇതേപോലെ തന്നെയാണ് ബിസിനസ് ചെയ്യുമ്പോഴും. ഞാൻ നാളെ അല്ലെങ്കിൽ നിങ്ങളൊരു സെലിബ്രിറ്റിയാണ്, നിങ്ങളൊരു ബിസിനസ് നാളെ തുടങ്ങിയിട്ട് നിങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നുള്ള വാശി പിടിച്ചിരിക്കാൻ പാടില്ല. നിങ്ങൾ പ്രൈമറി പ്രൊമോഷൻ ചെയ്യൂ. ആ നിങ്ങളുടെ സ്വന്തം ബിസിനസ്സാണ്, നിങ്ങൾ പാർട്ട്ണർഷിപ്പ് ഉള്ളതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഷെയർസ് ഉള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ സെക്കൻഡറി സാധ്യതകൾ കൂടി ഉൾപ്പെടുത്തുക. അതുപോലെ പെയ്ഡ് സാധ്യതകൾ ഉപയോഗപ്പെടുത്തുക. പെയ്ഡ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ നമ്മൾ പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ കോംപ്രിഹെൻസീവായ ഒരു ബിസിനസ് പ്ലാനുള്ള കമ്പനിയുമായിട്ടായിരിക്കണം ആസ് എ സെലിബ്രിറ്റി നിങ്ങൾ ഇതിനെക്കുറിച്ച് മുന്നോട്ട് വരുന്നത്. അത് അങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ കുറച്ച് ഇൻഫർമേഷൻ ആവശ്യമുണ്ട്. എന്നെപ്പോലുള്ള സാധാരണക്കാർ ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ കേട്ടുകൊണ്ട് ചിലപ്പോൾ മനസ്സിലാക്കാം. ഓക്കെ, ഇവിടെ നമ്മളുടെ നാട്ടിലെ ഈ കേരളത്തിൽ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ ഇങ്ങനൊരു സെലിബ്രിറ്റി എൻഡോഴ്സ്മെൻറ്റ് കൊണ്ട് ഭയങ്കര വലിയൊരു റെവല്യൂഷൻ ഉണ്ടാക്കിയൊരു ബ്രാൻഡോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റോ പറയാൻ പറഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന പ്രൊഡക്റ്റ് ഏതാ? ഇറ്റ്സ് ടു ഏർലി. കാരണം ഈ ഒരു സിസ്റ്റം വന്നിട്ട് അധികം വർഷങ്ങളായിട്ടില്ല. ബീങ് ഹ്യൂമൻ വാസ് ലൈക്ക് ഒരു 10-15 വർഷമായിട്ടുണ്ടെങ്കിൽ പോലും അതൊരു ചാരിറ്റി ഡ്രിവൺ കോൺസെപ്റ്റിലാണ്. ഇപ്പോൾ നോർത്തിൽ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ നാഷണൽ ലെവലിൽ പറയുകയാണെങ്കിൽ ഇപ്പം ഏറ്റവും സെൻസേഷൻ ആയിട്ടുള്ള ഹൈഫൻ തന്നെയാണ്. സൗത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത് ദുൽഖർ സൽമാൻ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ദുൽഖർ സൽമാൻ ഇത്തരത്തിൽ ഒരുപാട് ബ്രാൻഡുകളെ എൻഡോഴ്സ് ചെയ്യുന്നുണ്ട്. സാധാരണ രീതിയിൽ എൻഡോഴ്സ്മെൻറ്റ് ഫീ മേടിച്ച് എൻഡോഴ്സ് ചെയ്യുന്നു. എന്നാൽ 2 ബ്രാൻഡുകൾ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, അദ്ദേഹം ഒരു പെട്രോൾ ഹെഡാണെന്ന് നമുക്കറിയാം അല്ലേ. ഒരുപാട് കാഴ്സിനെ കുറിച്ചും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്പോർട്സ് ആക്ടിവിറ്റീസിനെ കുറിച്ചും അല്ലെങ്കിൽ കാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും വാച്ചസിനെ കുറിച്ചൊക്കെ നന്നായി സംസാരിക്കുന്ന അല്ലെങ്കിൽ അത് ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ബിസിനസ്സാണ്.
അൾട്രാ വയലറ്റ് എന്നുള്ള മോട്ടോർ സൈക്കിൾ ഇലക്ട്രിക് EV മോട്ടോർ സൈക്കിൾ ബ്രാൻഡിൽ അദ്ദേഹം ഒരു ഇൻവെസ്റ്ററാണ്. അദ്ദേഹം അതിൻ്റെ ബ്രാൻഡ് പ്രൊമോഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ ബ്രാൻഡ് എൻഡോഴ്സ് ചെയ്യുന്ന ആൾ കൂടിയാണ്, സെലിബ്രിറ്റി ഫേസ് കൂടിയാണ്. അതിൻ്റെ പുറമെ അദ്ദേഹം പണം അതിനകത്ത് മുടക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഡാറ്റ. അതുപോലെ തന്നെ നമുക്ക് വെൽ ബീയിങ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂട്രീഷൻ ബ്രാൻഡ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ദുൽഖർ സൽമാൻ എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു ക്ലീൻ ആൻഡ് ഗ്രീൻ ഇമേജ് ആണല്ലേ, വളരെ മാന്യനായ വളരെ എസ്തെറ്റിക്കലി അടിപൊളിയായിട്ടുള്ള ഒരു പെട്രോൾ ഹെഡ്. അപ്പോൾ അദ്ദേഹത്തിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള 2 ബ്രാൻഡുകളാണ് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തത്. ഒന്ന് അൾട്രാ വയലറ്റ്, രണ്ടാമത് ഒരു ക്ലീൻ ന്യൂട്രാസ്യൂട്ടിക്കൽ ബ്രാൻഡായിട്ടുള്ള വെൽ ബീയിങ് ന്യൂട്രീഷൻ. അപ്പോൾ അത്തരത്തിൽ രണ്ടും നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അൾട്രാ വയലറ്റ് ഈസ് ലൈക്ക് വെരി ഹ്യൂജ് നൗ. അദ്ദേഹത്തിൻ്റെ ഏർലി ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു അറ്റ്ലീസ്റ്റ് 10-20 ഫോൾഡ്സ് ആയിട്ടുണ്ടാവും ഇപ്പോൾ അതിൻ്റെ വാല്യൂ. അങ്ങനെ നമ്മൾ എനിക്ക് തോന്നുന്നത് ദുൽഖർ ഇസ് സെറ്റിംഗ് എക്സാമ്പിൾസ്. മറ്റുള്ളവർക്കും ഉണ്ടാവാം, പക്ഷെ നമുക്ക് പബ്ലിക്കിൽ അറിയുന്ന എപ്പോഴും ലൈഫ് സ്റ്റൈൽ ബ്രാൻഡുകളാണ്. ഇപ്പോൾ സാധാരണ ഒരു സെലിബ്രിറ്റി, ഒരു മൂവി സ്റ്റാർ, അല്ലെങ്കിൽ നമുക്ക് മൂവി സ്റ്റാർസിനെ കുറിച്ച് സംസാരിക്കാം. മൂവി സ്റ്റാർ ചെയ്യുന്നത് അയാൾ കുറച്ച് പടങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പൈസ വന്നാൽ ഒരു പ്രൊഡക്ഷൻ ബാനർ തുടങ്ങും. ആ പ്രൊഡക്ഷൻ ബാനർ മാത്രമായിരിക്കും അവരുടെ പണം മുടക്കുന്നത് മറ്റ് ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും. പിന്നെ കുറച്ച് നല്ലോണം വലുതായി കഴിഞ്ഞാൽ ക്രിക്കറ്റ് ടീമോ അല്ലെങ്കിൽ ഫുട്ബോൾ ടീമോ ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. കാരണം ഇതിൻ്റെ അകത്ത് ഫെയിം ഈക്വലാണ്. ഒരു സ്റ്റേഡിയത്തിനകത്ത് ഉണ്ടാകുന്ന ആ ഒരു അറ്റൻഷൻ, അതൊക്കെ ആഗ്രഹിച്ചുകൊണ്ടാണ് ഒരു പക്ഷേ ഇതിലേക്ക് വരുന്നത്. തീർച്ചയായിട്ടും അതിനകത്ത് ഇപ്പോൾ പണമൊക്കെ ഉണ്ട്, പണവും ലാഭമൊക്കെ കിട്ടുമെങ്കിലും. പക്ഷേ ഒരു ലൈഫ് സ്റ്റൈൽ ബിസിനസ്സുകൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടിയും ഒരു ലോങ് ടേം വെൽത്ത് ജനറേഷനും ലോങ് ടേം റിസൾട്ട്സും കിട്ടും എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത്തരത്തിലുള്ള ബ്രാൻഡുകളൊക്കെ. ഈ പണ്ടൊരു വാർത്ത ഉണ്ടായിരുന്നു, അതായത് പൂമയുടെ അന്ന് വരെ ചെയ്തിരുന്ന ഒരു ബ്രാൻഡ്, അതായത് ഇത്രയും 100 കോടിയോളം എന്തോ ഉള്ള ഒരു ഡീൽ ഉപേക്ഷിച്ചിട്ടാണ് വിരാട് കോഹ്ലി അയാൾക്ക് സ്വന്തമായിട്ടുള്ളൊരു ബ്രാൻഡിങ് വേണം എന്ന് പറഞ്ഞിട്ട് 18 എന്ന് പറയുന്നൊരു ബ്രാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്തത്. അത് ഇതിൻ്റെ ഭാഗമായിട്ടാണോ? അതെ, അതായത് വിരാട് കോഹ്ലി ഈ എൻഡോഴ്സ്മെൻറ്റ് പാർട്ട്ണർഷിപ്പും ചെയ്യുന്നുണ്ട്, കോഫൗണ്ട് ചെയ്ത ബ്രാൻഡുകളുണ്ട്. അപ്പോൾ എൻഡോഴ്സ്മെൻറ്റ് പാർട്ട്ണർഷിപ്പാണ് റോങ് എന്നുള്ളൊരു ബ്രാൻഡ് ഒരു സൈഡിലൂടെ നടന്നു പോകുന്നുണ്ട്. അയാളുടെ സ്വന്തം ഇനീഷ്യേഷനിലുള്ളൊരു ബ്രാൻഡാണ് 18 എന്ന് പറഞ്ഞാൽ ക്ലോത്തിങ് അല്ലെങ്കിൽ 18 ഷൂസ് അങ്ങനെയൊക്കെ ഉണ്ട്. അതിൻ്റെ പോലെ 18 കമ്മ്യൂൺ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ്സും ഉണ്ട്. അപ്പോൾ 18 ആദ്യം പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരുന്നത് പ്യൂമനായിട്ടാണ്. അന്ന് പ്യൂമനായിട്ട് ഈ വിരാട് കോഹ്ലിക്ക് ഒരു ലോങ് സ്റ്റാൻഡിങ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നല്ലോ, കാരണം ഓൾറെഡി പ്യൂമയുടെ അംബാസഡർ ആയിരുന്നു. ഇപ്പം അവരെന്ത് വെച്ചാൽ സെപ്പറേറ്റ് ചെയ്തു പ്യൂമയിൽ നിന്ന്, എന്നിട്ട് സ്വന്തമായിട്ട് വീണ്ടും മാർക്കറ്റിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. സ്വന്തമായിട്ട് എത്തിക്കാൻ നമ്മൾ വിരാട് കോഹ്ലി ഇതിരുന്ന് ഇതിൻ്റെ മാനുഫാക്ചറിങ് നോക്കാനോ അല്ലെങ്കിൽ വിരാട് കോഹ്ലി ടീമിനെ ഉണ്ടാക്കി അതിനെ മാനേജ് ചെയ്യാനൊന്നും പോകുന്നില്ല. അപ്പോൾ അവരെന്താ ചെയ്തത്, അജിലിറ്റാസ് എന്ന് പറഞ്ഞൊരു കമ്പനി. ഈ അജിലിറ്റാസിൻ്റെ ഒരു പ്രത്യേകത, ഫോർമർ CEO ഓഫ് പ്യൂമ ആണ് അതിൻ്റെ ഓണർ. അപ്പോൾ അദ്ദേഹം തുടങ്ങിയ ഒരു കമ്പനിയിലേക്ക് ഇവർ കൊളാബറേറ്റ് ചെയ്തു, അല്ലെങ്കിൽ അതിനെ രണ്ടും കൂടി ലയിപ്പിച്ചാണ് ഇപ്പോൾ 18 വീണ്ടും മാർക്കറ്റിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഈ അജിലിറ്റാസ് ഭയങ്കര അടിപൊളി ബിസിനസ്സാണെന്ന് വിരാട് കോഹ്ലിക്ക് തോന്നിയത് കൊണ്ടാവാം അദ്ദേഹം ഒരു 40 കോടി രൂപ അജിലിറ്റാസിൽ ഇൻവെസ്റ്റ് ചെയ്യുക കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നാഷണൽ ലെവൽ ക്രിക്കറ്റേഴ്സും ബോളിവുഡിലൊക്കെ നടക്കുന്ന ഇത്തരം ഡീലുകൾ, അത് നമ്മൾ വളരെ വൈകിയാണ് പലപ്പോഴും മനസ്സിലാക്കുന്നത്. ഇന്ന് നമ്മളൊരു ട്രെൻഡും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രെൻഡായ റീലൊക്കെ നമ്മൾ ഒരു മിനിറ്റ് കൊണ്ട് മനസ്സിലാക്കി അതിൻ്റെ പുറകെ പോകുമ്പോൾ ഇത്തരം ഓപ്പർച്യൂണിറ്റികളുടെ കാര്യത്തിൽ കേരളത്തിൽ മലയാളികളൊക്കെ കുറച്ച് പുറകെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത്തരം ഡീലുകളിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ഉണ്ട്. ഇവിടെ ഇനി അബ്ബാസ് നോക്കി കാണുന്നത് ഇത്തരം സെലിബ്രിറ്റി എൻഡോഴ്സ്മെൻറ്റിൻ്റെ സാധ്യത എന്തുമാത്രമാണ്? ഇനി നമ്മൾ ഏതൊക്കെ രീതിയിൽ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ ഉണ്ടെന്നാണ് വിചാരിക്കുന്നത്? പ്രൈമറിലി സെലിബ്രിറ്റി എൻഡോഴ്സ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നടക്കുന്നത് ആ സെലിബ്രിറ്റിയുടെ ബ്രാൻഡ് ഇക്വിറ്റിയുമായി മാച്ച് ചെയ്തിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദുൽഖർ സൽമാൻ ഒരു ഇമേജ് ഉണ്ട്, ആ ഇമേജുമായി മാച്ച് ആവുന്ന ബ്രാൻഡുകളാണ് അവർ അപ്രോച്ച് ചെയ്യുന്നത്. അവരുടെ ഒരു പ്രൈമിലാണല്ലോ അപ്രോച്ച് ചെയ്യുക, അവർ നല്ലോണം ഹൈപ്പിൽ നിൽക്കുമ്പോഴായിരിക്കും അപ്രോച്ച് ചെയ്യുന്നത്. ഇപ്പോൾ അത്ര പോപ്പുലർ അല്ലാത്ത കമ്പാരിറ്റീവ്ലി ന്യൂ ആയിട്ടുള്ള 1, 2, 3, 4 സിനിമ ചെയ്ത് പക്ഷേ അത്യാവശ്യം പോപ്പുലാരിറ്റി ഉള്ള ആളുകൾക്കും ഇത്തരം ഒരു ഇമേജിനുമായി കണക്ട് ചെയ്യുന്ന ബ്രാൻഡുകൾ ഡീലുകൾ എടുക്കാം. എൻ്റെ അഭിപ്രായത്തിൽ സെലിബ്രിറ്റീസ് അത്ര ഡീലുകൾ എടുക്കണം. കാരണം നമ്മളിപ്പോൾ ഒരു 2-3 സിനിമയെ ചെയ്തിട്ടുള്ളൂ, പക്ഷേ നമുക്ക് 1-2 പടം ഹിറ്റായി, നമ്മൾ അത്യാവശ്യം ഒരു 2-3 ലക്ഷം ആൾക്കാർ സോഷ്യൽ മീഡിയയിലും ഫോളോ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഒരു 4 കോടി ജനങ്ങളിൽ ഒരു 10% ആൾക്കാർ, ഒരു 40 ലക്ഷം ആൾക്കാർക്ക് നമ്മളെ അറിയാമെന്നുള്ളൊരു വിചാരം നമുക്കുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഏതെങ്കിലും ബ്രാൻഡുകൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മുടെ എസ്തെറ്റിക്സ്, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം എസ്തെറ്റിക്സ് അല്ല, നമ്മുടെ ഒരു എസ്തെറ്റിക്സ് ഉണ്ടല്ലോ, നമ്മുടെ ഒരു വിഷനും അല്ലെങ്കിൽ നമ്മുടെ രീതികൾക്കൊക്കെ അലൈൻ ചെയ്യുന്ന ഒരു സംഭവമാണെങ്കിൽ നമ്മൾ എടുക്കണം. കാരണം അവർ നാളെ എന്ത് ചെയ്യും, കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഹോർഡിംഗ് വെക്കും. ആർക്കാണ് ഗുണം? സ്വാഭാവികമായിട്ട് ബിസിനസ്സിനാണ് പ്രൈമറി ഗുണമെങ്കിലും അതിൻ്റെ ഒരു സെക്കൻഡറി ഗുണം ആർക്ക് കിട്ടും? സെലിബ്രിറ്റീസിന് കിട്ടില്ലേ? ബീയിങ് റെലവൻറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഷോ ബിസിനസ്. ഷോ ബിസിനസ്സിനകത്ത് എപ്പോഴും കാണുക, എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പം അത് ഒരു കാര്യമാണ്, എല്ലാവരും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ലൈഫ് സ്റ്റൈൽ ബിസിനസ്സുകളാണ് കൂടുതലും ഇവർക്ക് സ്യൂട്ടബിൾ ആവുന്നത്. ലൈഫ് സ്റ്റൈൽ ബിസിനസ് എന്ന് പറയുമ്പോൾ ഫാഷൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ ബിസിനസ്, ക്ലോത്തിങ് ബ്രാൻഡുകളാവാം, സൺഗ്ലാസ് ആവാം, ഷൂസ് ആവാം, വാച്ച് ആവാം, പെർഫ്യൂംസ് ആവാം, ഇത്തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ബ്രാൻഡ്, നമ്മൾ എവരിഡേ ഉപയോഗിക്കുന്ന സാധനങ്ങളുമായി ബന്ധപ്പെട്ട ബ്രാൻഡുകളാവും, അല്ലെങ്കിൽ ന്യൂട്രാസ്യൂട്ടിക്കൽസ് ആവും. ഇപ്പോൾ ടൊവിനോ തോമസിൻ്റെ ഒരു ഫിറ്റ്നസ് ന്യൂട്രാസ്യൂട്ടിക്കൽസ് ബ്രാൻഡ് എൻഡോഴ്സ് ചെയ്ത് എങ്ങനെ ഉണ്ടായിരിക്കും? ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാരണം ടൊവിനോ തോമസിനുള്ള ഒരു സൂപ്പർമാൻ ഇമേജാണ്. ആ സൂപ്പർമാൻ ഇമേജുമായിട്ട് കണക്റ്റഡ് ആവുകയാണ് ഒരു നാളൊരു ന്യൂട്രാസ്യൂട്ടിക്കൽ ബ്രാൻഡ് വരുമ്പോൾ, അല്ലേ?
അതുപോലെ നല്ല മറ്റേ എന്താ പറയുക, നമ്മുടെ നിവിൻ പോളി ഇപ്പോൾ ലേറ്റസ്റ്റ് വീണ്ടും സെൻസേഷൻ ആയിരിക്കണം. വെരി ഹാപ്പി ഹി ഹാസ് ബിക്കം എ സെൻസേഷൻ ആയിരിക്കും. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളാണ്. നമ്മുടെ വീട്ടിലൊരാളെ പോലെ തോന്നുന്ന, അല്ലെങ്കിൽ നമ്മുടെ നെയ്ബർഹുഡിൽ ഉണ്ടാകുന്ന ഒരാളെ പോലെ തോന്നുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു FMCG ബ്രാൻഡ് എൻഡോഴ്സ് ചെയ്യുമ്പോൾ നമുക്കത് കാണുമ്പോൾ കൂടുതൽ സന്തോഷവും അതിൽ നിന്ന് വാങ്ങാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ അത്തരം സാധ്യതകളുണ്ട്. ആ സാധ്യതകൾ ചിലപ്പം ആ പ്രൈമറി ഡീലിൻ്റെ എമൗണ്ടിൻ്റെ പേരിലൊക്കെ ചിലപ്പം നടക്കാതിരിക്കുന്നുണ്ടാവും. അതിന് പകരം അവർക്ക് എന്ത് ചെയ്യാം, ആ പ്രൈമറി എമൗണ്ടിൻ്റെ ഡീൽ എത്രയാണ്, പ്രൈമറി ഡീലിൻ്റെ എമൗണ്ട് എത്രയാണ്, ആ എമൗണ്ട് കുറച്ച് എമൗണ്ട് മേടിച്ച് ബാക്കി അവരുടെ കമ്പനിയിൽ ഷെയർ മേടിച്ചാൽ മതി. പക്ഷെ ആ കമ്പനി നല്ലതാണെന്ന് ഉറപ്പുവരുത്തണം സ്വാഭാവികമായിട്ടും. അതുപോലെ ഇവർക്ക് സ്യൂട്ടബിൾ ആണെന്ന് ഉറപ്പുവരുത്തി അത്തരത്തിൽ ചെയ്യുമ്പോൾ ലോങ് ടേം വെൽത്ത് ജനറേഷൻ അത് സഹായിക്കും. ഓക്കെ. അപ്പോൾ അത്തരത്തിൽ ടോവിനോ ഒരു ന്യൂട്രാസ്യൂട്ടിക്കൽ ബ്രാൻഡ്, സൗബിൻ ഷാഹിറിൻ്റെ ഒരു ഫാഷൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ ബ്രാൻഡ് വന്നാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. കാരണം സൗബിൻ എപ്പോഴും ഒരു സാധാരണക്കാരെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരാളാണ് സിനിമയിൽ. സിനിമയുടെ പുറത്ത് അയാൾ ഒരു ഭയങ്കര ഫ്ലാംബോയിന്റ് മനുഷ്യനാണ്. അതുപോലെ നമ്മുടെ നീരജ് മാധവ് ഭയങ്കര സ്ട്രീറ്റ് വെയർ അല്ലേ, ഭയങ്കര ഫ്രീക്കി ഡ്രസ്സിങ് ചെയ്യുന്ന, അല്ല ഫ്രീക്കി എന്നുള്ള വേർഡ് കറക്റ്റ് ആണെന്ന് എനിക്കറിയില്ല, അത്രയും ഭയങ്കര സൗണ്ടായിട്ട് ഡ്രസ്സ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിനൊക്കെ ഒരു സ്ട്രീറ്റ് വെയർ ബ്രാൻഡ് സ്വന്തമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്പനികളുമായി കൊളാബറേറ്റ് ചെയ്തോ ഒക്കെ, അല്ലെങ്കിൽ നല്ലൊരു എൻഡോഴ്സ്മെൻ്റ് ഒക്കെ വന്നാൽ നല്ലതായിരിക്കില്ലേ. നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ആസ് എ കൺസ്യൂമർ അല്ലേ, നമുക്ക് കണ്ടു കഴിഞ്ഞാൽ കണക്റ്റഡ് ആവും. അപ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈൽ എന്താണ്, അവരുടെ ഇമേജ് എന്താണ്, അതിനുവേണ്ടി കണക്റ്റുമായി ബന്ധപ്പെട്ട എൻഡോഴ്സ്മെൻറ്റ്സ് അവർ സ്വീകരിക്കുക, അല്ലെങ്കിൽ അത് ഏതെങ്കിലും കമ്പനികളുമായി കൊളാബറേറ്റ് ചെയ്ത് അത്തരം പ്രൊഡക്റ്റുകൾ കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റീസാണ്. ഓക്കെ. ഇനിയിപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി ഏതെങ്കിലും ഒരു ബ്രാൻഡുമായിട്ട് എൻഡോഴ്സ് ചെയ്ത് ഫിക്സ് ചെയ്തു എന്ന് വിചാരിക്കുക, പെട്ടെന്നൊരു ദിവസം ഒരു വിവാദം വന്നു കഴിഞ്ഞാലേ ഇവരുടെ എൻഡോഴ്സ്മെൻറ്റിനെ ബാധിക്കും? അത് തീർച്ചയായിട്ടും ബാധിക്കും. ബ്രാൻഡ് അംബാസിഡറായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് കൂടുതൽ അത് എഫക്റ്റീവ് ആവുന്നത്. ഇപ്പോൾ വളരെ ക്ലാസിക് ആയിട്ടുള്ളൊരു എക്സാമ്പിൾ പറയാം. 2015 16 എന്നാണ് എൻ്റെ ഡൗട്ട്. ഞാൻ MBA പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തായിരുന്നത്. ആ സമയത്ത് ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലെ സ്നാപ്ഡീൽ എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടായിരുന്നു. ആ കമ്പനിയുടെ ഫേസ് നമ്മുടെ ആമിർ ഖാൻ ആയിരുന്നു. അതേ സമയത്ത് ആമിർ ഖാൻ ഇൻടോളറൻ്റ് ആണ് ഇന്ത്യ, ഇന്ത്യയിൽ അസഹിഷ്ണുതയുണ്ട് എന്നുള്ളത് രൂപേണ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി. അതിൻ്റെ പേരിൽ ആ കമ്പനിയുടെ വെബ്സൈറ്റിലൊക്കെ പ്രശ്നങ്ങളായി, അതിൻ്റെ ആപ്പ് ഡൗൺലോഡ്സ് കുറേ പ്രശ്നങ്ങളായി, ആപ്പിൻ്റെ റേറ്റിംഗ്സ് മനഃപൂർവ്വം ആൾക്കാർ പോയിട്ട് കുറച്ചു. എന്തിനേറെ പറയുന്നത്, സ്നാപ് ചാറ്റിനെ വരെ, സ്നാപ് ഡീലും സ്നാപ് ചാറ്റും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കി സ്നാപ് ചാറ്റിനെ വരെ ഡീഗ്രേഡ് ചെയ്യുന്ന സംഭവങ്ങളുണ്ടായി. ആ സമയത്ത് സ്നാപ് ഡീൽ അതിനൊരു അപ്പോളജി സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുകയും ആ അപ്പോളജി സ്റ്റേറ്റ്മെൻറ്റിൽ അത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ റിമാർക്കാണ്, ഞങ്ങൾക്കതിൽ ബന്ധമില്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി. മാത്രമല്ല 15 കോടി രൂപയാണെന്നാണ് ഞാൻ ഓർക്കണേ ആ ബ്രാൻഡ് അംബാസഡർഷിപ്പിൻ്റെ ഡീല്. അത് പിറ്റേ തവണ അവർ പുതുക്കുകയും ചെയ്തില്ല. അപ്പം സാധാരണ ഇത്തരം ബ്രാൻഡ് അംബാസഡർഷിപ്പിൽ അല്ലെങ്കിൽ എൻഡോഴ്സ്മെൻറ്റിൽ സാധാരണ അതിൽ എക്സിറ്റ് ക്ലോസുകൾ ക്ലിയർ ആയിരിക്കും. കാരണം എൻ്റെ ഇമേജ്, ഇപ്പോൾ ഞാനാണ് സെലിബ്രിറ്റി എങ്കിൽ എൻ്റെ ഇമേജ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എൻ്റെ ഇമേജ് കണ്ടിട്ടാണ് ഒരു ബ്രാൻഡ് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമേജ് കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ഇമേജിനെ ഹാമ്പർ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യാണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ബ്രാൻഡ് എൻഡോഴ്സ്മെൻറ്റ് ഡീലുകളിൽ നിന്ന് സാധാരണ എൻഡോഴ്സ്മെൻറ്റ് ക്യാൻസൽ ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ആ ഒരു ഇവൻറ്റിന് ശേഷം, ഈ ആമിർ ഖാൻ സ്നാപ് ഡീൽ ഇവൻറ്റിന്, ആ സംഭവത്തിന് ശേഷം, ആമിർ ഖാൻ സ്നാപ്ഡീൽ സംഭവത്തിന് ശേഷം അത് കുറച്ചുകൂടി വിജിലൻ്റ് ആയ ആൾക്കാർ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എഴുതുന്ന കാര്യത്തിൽ. ഓക്കെ. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അപ്പം നമ്മളൊരു സെലിബ്രിറ്റി എൻഡോഴ്സ്മെൻ്റ് എടുത്തു, ആ എൻഡോഴ്സ്മെൻറ്റിന് ശേഷം നമ്മൾ മനസ്സിലാവുകയാണ് അതിൽ എന്തൊക്കെയോ ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അത് ഭയങ്കര ഫേക്ക് ടെസ്റ്റിമോണിയൽ ആയിരുന്നു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ള ആൾ അതിൻ്റെ ലീഗൽ കോൺസിക്വൻസസ് ഫേസ് ചെയ്യാൻ ബാധ്യസ്ഥനായിരിക്കുമോ? എല്ലാത്തിനകത്ത് അങ്ങനെയല്ല. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ പോഡ്കാസ്റ്റിൽ വരുന്നു, നിങ്ങൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യാണ്ട് എന്നെ നിങ്ങൾ വിളിച്ചിരുത്തില്ല. അപ്പം നമ്മളെല്ലാവരും ഒരു പ്രൈമറി ആൻഡ് സെക്കൻഡറി റിസർച്ച് നടത്തിയിട്ടാണ് എന്തെല്ലാത്തിലേക്കും കിടക്കുന്നത്. പിന്നെ ബിസിനസ്സിൽ നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട് പിന്നെ ഗെറ്റ് റിച്ച് ക്വിക്ക് സ്കീമുകൾ അല്ലേ, പറയാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന സ്കീമുകളാണ് എല്ലാവരും ബിസിനസ് റീലുകളിലൂടെയൊക്കെ ഇന്ന് പ്രചരിപ്പിക്കുന്നത്. അത്തരത്തിലുള്ള കുറേ ബിസിനസ് ഫേക്ക് ആയിട്ടുള്ള ബിസിനസ് സംവിധാനങ്ങളിവിടെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും പെഡിഗ്രി അല്ലെങ്കിൽ എന്തെങ്കിലും ക്രെഡിബിലിറ്റി ഉള്ള ആൾക്കാരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അത് ചെയ്ത് പരിചയമുള്ള, അതിനകത്ത് എന്തെങ്കിലും പ്രോപ്പറായിട്ട് അതിനെക്കുറിച്ച് സബ്സ്റ്റാൻഷ്യലായിട്ട് അറിയുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ അറിയുന്ന ആളുകളുമായിട്ട് മാത്രം കൊളാബറേറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് സെലിബ്രിറ്റീസിന് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ചൂസ് ചെയ്യുന്ന, ഇപ്പോൾ ഒരു ബിസിനസ്സാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നല്ല രീതിയിലുള്ള ക്രെഡിബിലിറ്റി ഉള്ള ഒരു സെലിബ്രിറ്റിനെ, ഭയങ്കര വൾണറബിൾ ആയിട്ടുള്ള ക്രെഡിബിലിറ്റി ഉള്ള ഒരാളെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല, വീക്കായിട്ടുള്ള ഒരാളെ ചൂസ് ചെയ്യാൻ പറ്റില്ല. എന്തും വന്ന് പിന്നെ ഇൻ്റർവ്യൂവിൽ പറയുന്ന, അല്ലെങ്കിൽ ചിലപ്പോൾ പറ്റുമായിരിക്കും ഭയങ്കര അഗ്രസീവായിട്ടുള്ള ഒരു ക്ലോത്തിങ് ബ്രാൻഡാണെന്ന് വിചാരിക്കും. അപ്പോൾ ഡീസലിൻ്റെ പരസ്യങ്ങൾ കണ്ടിട്ടില്ലേ, ഡീസലിൻ്റെ പരസ്യം ഭയങ്കര അഗ്രസീവാണ്, ന്യൂഡിറ്റി ഒക്കെ പ്രദർശിപ്പിക്കും. അവിടെ ചിലപ്പോൾ ഇത്തരത്തിൽ വളരെ കച്ചറ എന്ന് പറയുന്ന ആൾക്കാരെ പറ്റുമായിരിക്കും. അതല്ലാതെ കുറച്ച് വളരെ നീറ്റായിട്ടുള്ള ബിസിനസ് ആണെങ്കിൽ, ഏത് ബിസിനസ്സാണ്, എന്ത് പ്രൊഡക്റ്റാണ്, ആ പ്രൊഡക്റ്റിൻ്റെ പൊസിഷനിങ് എന്താണ്, അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സെലിബ്രിറ്റീസിനെ അപ്രോച്ച് ചെയ്യാം. സെലിബ്രിറ്റീസിനെ സംബന്ധിച്ചിടത്തോളം ഇവർ വരുന്ന ആൾക്കാർക്ക് എന്ത് പെഡിഗ്രി ആണുള്ളത്, എത്ര വർഷം അവർ കച്ചവടം ചെയ്യുന്നു, ഇവർ കച്ചവടം ചെയ്യുന്നതിനെ കുറിച്ച് സെക്കൻഡറി പ്രൈമറി രീതിയിൽ അന്വേഷിക്കാമല്ലോ. ആ റിസർച്ച് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുക, രണ്ട് സൈഡിൽ നിന്ന് ചെയ്യുക, എന്നിട്ട് മാത്രം കൈ
കൈ കൊടുക്കുക. ഞാൻ അതിനെക്കുറിച്ച് തേർഡ് പാർട്ടി ഇൻഫർമേഷൻ എടുക്കാൻ പറ്റുമെങ്കിൽ ഇതിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് ആദ്യം. ഇത്ര സാധ്യത കേട്ട് നാളെ തന്നെ പോയി ഏതെങ്കിലും ബിസിനസ്സുകാരെ വരും ഞാൻ നിങ്ങളുടെ എൻഡോഴ്സ്മെൻറ്റ് ചെയ്യാൻ എനിക്ക് ഷെയർ തന്നാൽ എന്ന് പറയാനും പാടില്ല. ലൈക്ക് അത് ഒരു വളരെ ടൈം എടുത്ത് മനസ്സിലാക്കി ഇതിനെക്കുറിച്ച് ഉള്ള ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് സമാധാനത്തിൽ ചെയ്താൽ മതി. ഇപ്പോൾ പറഞ്ഞില്ലേ എക്സിറ്റ് ക്ലോസ് ഒക്കെ ഉണ്ടാവുമെന്ന്. ഒരു 1 ഓവർനൈറ്റിലൊക്കെ ചിലപ്പോൾ ഈ എൻഡോഴ്സ്മെൻറ്റ് വിഡ്രോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, എക്സാമ്പിൾസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അവിടെ. ഓവർനൈറ്റിലുള്ള ക്ലാസിക് എക്സാമ്പിൾസ് എനിക്ക് ഓർമ്മയില്ല. ഏറ്റവും ഭയങ്കര സംഭവമായിട്ടുള്ള എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ സ്നാപ്ഡീലിൻ്റെ ആമിർ ഖാൻ്റെ എക്സാമ്പിളാണ്. സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പോൾ ബൈജൂസിൻ്റെ ഒരു എൻഡോഴ്സ്മെൻറ്റ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഉണ്ടായിരുന്നില്ലേ, അതിൻ്റെ ആ എൻഡോഴ്സ്മെൻറ്റ് നിർത്തേണ്ടി വന്ന സാഹചര്യം അതിൻ്റെ കോർട്ടിലൊക്കെ ഇപ്പോഴും കേസ് നടക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കമ്പനികളും തമ്മിൽ B2B ബിസിനസ് ടു ബിസിനസ് ഡീലുകളിലും ഇത് സംഭവിക്കാറുണ്ട്. നമുക്കിതൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് പഴയ രീതി എന്താണ്, അയാളുടെ പാസ്റ്റ് എന്താണ്, അല്ലേ, അവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, ഫ്യൂച്ചർ നമുക്ക് ഒരിക്കലും മുഴുവനായിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ 2 പാറ്റേൺ വെച്ച് നമുക്ക് ഇതായിരിക്കും ഗോയിങ് ഫോർവേഡ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാവുന്നത്. ബിസിനസ് നല്ല റിലേഷൻഷിപ്പ് എല്ലാം അങ്ങനെയല്ലേ. നമ്മൾ അയാളുടെ പാറ്റേൺ എന്താ നോക്കിയിട്ടല്ലേ അയാളുടെ അടുത്ത് എസ് പറയുന്നത്. ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയുടെ അടുത്ത്, ആൺകുട്ടി പെൺകുട്ടി അടുത്ത് എസ് പറഞ്ഞത് അയാളുടെ എക്സ്പീരിയൻസ് എന്താണ്, ഡേറ്റിന് പോയപ്പോൾ എക്സ്പീരിയൻസ് എന്താണ്, അല്ലെങ്കിൽ കുറച്ച് ആൾ കണ്ടപ്പോൾ ഉള്ള എക്സ്പീരിയൻസ് എന്താണ്. അപ്പോൾ എല്ലാം ആ പ്രീവിയസ് എക്സ്പീരിയൻസ് എന്താണ്, കറൻറ്റ്ലി ആൾ എങ്ങനെ ഉണ്ട് നോക്കിയിട്ടാണ് നമ്മൾ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുന്നത്. പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയ നമ്മൾ ദൈവങ്ങളായി പോലെ. ഇപ്പോൾ ഈ ചില ഇപ്പോൾ നടന്മാർ ഈ പറയുന്ന പോലെ മാർക്കറ്റ് വാല്യൂ പല സമയത്തും ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുമല്ലോ. ഇപ്പോൾ 1-2 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇപ്പോൾ നിവിൻ പോളിയുടെ മാർക്കറ്റ് അല്ല ഇപ്പോൾ സർവ്വമായയും കൂടെ ഹിറ്റായ സമയത്ത് അയാളുടെ മാർക്കറ്റ് വാല്യൂ ഒന്നുകൂടെ ഒന്ന് ഇപ്പോൾ പിന്നെയും കൂടിയിട്ടുണ്ട്. ഈ ആക്ടേഴ്സിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, നമ്മളുടെ ഈ സ്പോർട്സ് പേഴ്സൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്പോർട്സ് പേഴ്സൺസിൻ്റെ ഗ്രൗണ്ടിലെ പെർഫോമൻസ് ഇവരുടെ എൻഡോഴ്സ്മെൻറ്റിനെയോ അല്ലെങ്കിൽ ആ ബ്രാൻഡ് വാല്യൂവിനെ ബാധിക്കാറുണ്ടോ? തീർച്ചയായിട്ടും. നമ്മളെല്ലാം പെർഫോമൻസ് ഡ്രിവൺ ആണല്ലോ. ഇപ്പോൾ നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്ന ആൾ 2 സെഞ്ചുറി അടിച്ചു കഴിഞ്ഞാൽ അയാളെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് മൊത്തത്തിൽ പബ്ലിക്കിൽ ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് അയാളുടെ ബ്രാൻഡ് വാല്യൂ അല്ലെങ്കിൽ അയാളുടെ ഇമേജ് ആണ് ബെറ്റർ ആവുന്നത്. സ്വാഭാവികമായിട്ടും ഒരു നാളെ ഒരു എൻഡോഴ്സ്മെൻറ്റിന് വരുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾക്ക് പണം പറയാൻ പറ്റുമായിരിക്കും. അതുപോലെ തന്നെ സിനിമയിലും 4-5 സിനിമ ഒരുമിച്ച് ഹിറ്റായി കഴിഞ്ഞാൽ അവർ ചാർജ് ചെയ്യുന്ന സിനിമയിൽ ചാർജ് ചെയ്യുന്ന പൈസ കൂടില്ലേ, അപ്പോൾ സ്വാഭാവികമായിട്ട് എൻഡോഴ്സ്മെൻറ്റിന് ചാർജ് ചെയ്യുന്ന പൈസയും കൂടും. അപ്പം എല്ലാവരും ഇപ്പോഴത്തെ ഒരു പ്രത്യേകത വെച്ചാൽ സിനിമയുടെയും അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ ഗ്രൗണ്ട്, അതായത് കളിക്കുന്ന ആൾക്കാർക്ക് ഗ്രൗണ്ട് ക്രിക്കറ്റ് ഗ്രൗണ്ടാണ്, ആക്ട് ചെയ്യുന്ന ആൾക്കാരുടെ ഗ്രൗണ്ട് സിനിമ. ഈ 2 ഗ്രൗണ്ടിലുള്ള പെർഫോമൻസ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഓഫ് ദിസ്, അല്ലെ, ആ സിനിമയുടെ പുറത്ത് അല്ലെങ്കിൽ ക്രിക്കറ്റ് ഗ്രൗണ്ടിന് പുറത്ത് നമ്മളുടെ ഇമേജ് എന്താണ്. നമ്മളൊരു അഗ്രസീവ് ഇമേജ് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ബ്രാൻഡുകളായിരിക്കും വരുന്നത്. നമ്മൾ കാം ഇമേജ് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ബ്രാൻഡുകളായിരിക്കും വരുന്നത്. നമുക്കൊരു എന്ത് ഇമേജ് ആണോ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനാണ് ബ്രാൻഡുകൾ ശ്രമിക്കുക. അപ്പോൾ ആ ഇമേജ് മാനേജ്മെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സെലിബ്രിറ്റീസിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത് മാനേജ് ചെയ്യുക, പ്ലസ് പെർഫോമൻസിൽ ഫോക്കസ് ചെയ്യുക നല്ലോണം. ഇപ്പം വിരാട് കോഹ്ലിക്ക് ഇത്രയും എൻഡോഴ്സ്മെൻറ്റ് കിട്ടാൻ കാരണം അയാൾ 36-37 ഇയേഴ്സിൽ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ്, ഇത്രയും ഫിറ്റ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് അയാൾക്ക് അത്രയും എൻഡോഴ്സ്മെൻറ്റ്സ് കിട്ടുന്നത്. അല്ലെ, ദുൽഖർ സൽമാൻ ഇത്രയും എൻഡോഴ്സ്മെൻറ്റ്സ് കിട്ടുന്നതും അയാൾ ഫിറ്റായിട്ടിരിക്കുന്നു, അയാൾ ഒരു പാൻ ഇന്ത്യൻ രീതിയിലുള്ള ഓഡിയൻസ് അയാൾക്ക് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു പെർഫോമൻസും അദ്ദേഹത്തിൻ്റെ ഓഡിയൻസും അദ്ദേഹത്തിൻ്റെ ഇമേജും ഒക്കെ ഫാക്ടറാണ് ഒരു കാര്യത്തിലേക്ക് കിടക്കുമ്പോൾ. അതെ, അങ്ങനെയാണെങ്കിൽ നമ്മളുടെ വിരാട് കോഹ്ലിക്കാണോ ചില ബ്രാൻഡ് വാല്യൂ കൂടുതൽ, അല്ലെങ്കിൽ ഹോളിവുഡിലും ബോളിവുഡിലും ഒരേ സമയം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയങ്ക ചോപ്ര അല്ലെങ്കിൽ ദീപിക പദുക്കോണുള്ള ആക്ടർ, എങ്ങനെ ഇവർ രണ്ടുപേരിലും ഈ കൂട്ടലിൽ ആർക്കാ ബ്രാൻഡ് വാല്യൂ കൂടുതലെന്നാണ് വിചാരിക്കുന്നത്? അഡ്വർടൈസ്മെൻറ്റ്സ് അല്ലേ, പരസ്യം ചെയ്യുമ്പോൾ നമ്മൾ നോക്കണം എത്ര പേരെ ഇത് അറിയിക്കാൻ പറ്റും എന്നുള്ള, ഇൻഫോം ചെയ്യാന്നുള്ളതാണ് ഒരു പരസ്യത്തിൻ്റെ ആദ്യത്തെ ധർമ്മം. അപ്പോൾ ഇവരെത്ര പേർക്ക് അറിയാമോ അത്ര പേരിലേക്ക് എത്തുന്നതായിരിക്കും ഒരു ബിസിനസ്സുകാരൻ ആലോചിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യൻ സിനാരിയോ എടുത്തു കഴിഞ്ഞാൽ വിരാട് കോഹ്ലിയുടെ പോപ്പുലാരിറ്റി ഒരു സെലിബ്രിറ്റിക്കും ഇല്ല. കാരണം ഇന്ത്യയിൽ 120 കോടി അല്ലെങ്കിൽ 130 കോടി ജനങ്ങളുണ്ട്. എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ 80 കോടി ജനങ്ങളെങ്കിലും ക്രിക്കറ്റ് കാണുന്ന ആൾക്കാരായിരിക്കും ഏതെങ്കിലും രൂപത്തിൽ, അല്ലേ. ഭയങ്കര ക്രിക്കറ്റ് ഫാൻ ആവണമെന്നൊന്നുമില്ല, അല്ലെങ്കിൽ വിരാട് കോഹ്ലി അറിയുമായിരിക്കും, അല്ലേ, അദ്ദേഹത്തിൻ്റെ ഫോളോവർഷിപ്പ് ഒക്കെ അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ക്രിക്കറ്റാണ് ഇന്ത്യയുടെ ഒരു റിലീജിയൻ, സിനിമയേക്കാൾ വലുത്. ഓഫ് കോഴ്സ് ഇനിയിപ്പോൾ സിനിമയിലേക്ക് വരുമ്പോൾ ഷാറൂഖ് ഖാൻ്റെ ഇമേജ്, അല്ലേ, ഷാറൂഖ് ഖാൻ ഉണ്ടായ ഒരു ഫാമിലി മാൻ ആണെന്നും അദ്ദേഹം ഭയങ്കര ഒരു റിച്ച് ലിസ്റ്റിലുള്ള ആളാണെന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് പാൻ മസാല മുതൽ ലക്ഷറി വാച്ചസ് വരെ, ഇപ്പോൾ ടാഗ് വെയറിൻ്റെ ഒക്കെ ഒരു കാലത്ത് അദ്ദേഹമായിരുന്നു ബ്രാൻഡ് അംബാസിഡർ. അപ്പോൾ അത് വരുന്നത് അതുകൊണ്ടാണ്. അപ്പം തീർച്ചയായിട്ടും ക്രിക്കറ്റാണ് ഒരു നാഷണൽ ലെവലിലെ ഏറ്റവും വലിയ സെൻസേഷൻ സ്വാഭാവികമായിട്ടും. ഓഫ് കോഴ്സ് ദീപിക പടുകോൺ ഇപ്പോൾ പ്രത്യേകിച്ച് ദീപിക പടുകോൺ അത്തരം ഡീലുകൾ വരാൻ, ഇപ്പോൾ ലൂയി വിട്ടോണിൻ്റെ അംബാസിഡർഷിപ്പ് വരാൻ, അല്ലെങ്കിൽ ആലിയ ഭട്ടിന് ഗുച്ചിയുടെ അംബാസിഡർഷിപ്പ് വരാൻ കാരണം ഇന്ത്യനെ ഒരു വലിയൊരു മാർക്കറ്റായിട്ട് കാണുന്നു എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഒരു ഏത് മാർക്കറ്റിനാണ് അടുത്ത അപ്കമിങ് മാർക്കറ്റായിട്ട് കാണുന്നത്, ആ മാർക്കറ്റിലുള്ള ഒരാളെ കൊണ്ടുവരുമ്പോൾ അതിനൊരു റീജിയണൽ ബെനിഫിറ്റ് കിട്ടും. പിന്നെ എല്ലാവരും ഇൻക്ലൂസീവാണ്.
ഇപ്പോൾ പൊളിറ്റിക്കൽ ഇൻകറക്റ്റ്നെസ് പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാലമാണല്ലോ. അപ്പോൾ ഭയങ്കര ഇൻക്ലൂസീവായി. നേരത്തെ ഒരു മോഡൽ ഇങ്ങനെ ഇരിക്കണം എന്നുള്ളൊരു പ്രത്യേക ഒരു കാഴ്ചപ്പാടാണ്. ഇതൊന്ന് മാറി കുറച്ചുകൂടി ഇൻക്ലൂസീവായി. എല്ലാ തരമുള്ള എല്ലാ സൈസിലുള്ള ആളുകളെയും എല്ലാ രീതിയിലുള്ള ആളുകളെയും എല്ലാ കൾച്ചറിലുള്ള ആളുകളെയും ഉൾപ്പെടുത്തുന്ന രീതികളാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ആ ഒരു ദീപിക പടുകോണും അല്ലെങ്കിൽ ആലിയ ഭട്ടിനും മാത്രം ഡീലുകളൊക്കെ കിട്ടുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എഗെയിൻ ഇപ്പോൾ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ ക്രിക്കറ്റിനേക്കാളും വലുത് സിനിമയാണ്. കേരളം എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സിനിമ ഡ്രിവൺ ഒരു സ്ഥലമാണ്. ഇപ്പോൾ പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ, നിങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തായിരിക്കും പക്ഷേ ദുബായ് സിനിമ ഇറങ്ങിയപ്പം അതിലൊരു ഷർട്ട് ട്രെൻഡ് ആയതോർക്ക്, അതുപോലെ പ്രേമം സിനിമ ഇറങ്ങിയപ്പോൾ ബ്ലാക്ക് ഷർട്ടിന് ഉണ്ടായ ഒരു, ഇപ്പോൾ ഞാൻ ക്ലോത്തിങ് ഇൻഡസ്ട്രിയിൽ എനിക്കൊരു ഒരു വർഷങ്ങളായിട്ടുള്ള പരിചയമുള്ളതുകൊണ്ടാണ് ഞാൻ ആ എക്സാമ്പിൾസ് പറയുന്നത്. അപ്പം ഇതിന് ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ട്, സിനിമയ്ക്ക് ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിൽ ക്രിക്കറ്റിനും സിനിമയ്ക്കും ഒരേപോലെ ഇൻഫ്ലുവൻസ് ഉണ്ട്. മഹേന്ദ്ര സിംഗ് ധോണിയുടെ പരസ്യം ഫോട്ടോ വെച്ചിട്ട് എന്ത് പ്രൊഡക്റ്റ് വന്നാലും തമിഴ്നാട്ടിൽ ഹിറ്റാവും. കാരണം തല നമ്പേഴ്സ്, എനിക്ക് തോന്നുന്നു ഗദ്ദാഫി ഒരു ഫാനാണെന്നല്ലേ, അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് എവിടെയോ. അപ്പം ആർക്കാണ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ളത്, ആര് ചെയ്താലാണ് ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തുക എന്നാണ് ബ്രാൻഡ് നോക്കുന്നത്. സ്വാഭാവികം. അപ്പം ഇന്ത്യയിൽ ക്രിക്കറ്റാണ്, സൗത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലാണെങ്കിൽ സിനിമയാണ്. തമിഴ്നാട്ടിൽ ക്രിക്കറ്റിനും അത്യാവശ്യം നല്ലോണം ഇൻഫ്ലുവൻസ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കേരളത്തിൽ പക്ഷേ ഫുട്ബോളിനായിരിക്കും കുറച്ചുകൂടി ഇൻഫ്ലുവൻസ് ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ മെസ്സിയെ കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായ ബഹളം. അതെ. ഇതിപ്പോൾ ഈ അടുത്താണല്ലോ ഒരു 5 വർഷം കാലയളവിൽ എടുക്കുക, നമ്മൾ ഈ ഇൻഫ്ലുവൻസിങ് മാർക്കറ്റിംഗ് കുറച്ചും കൂടി ഇവിടെ ഒരു തരംഗമായി മാറിയേക്കുന്നത്. ഇതിപ്പോൾ ഇൻഫ്ലുവൻസ് മാർക്കറ്റിങ്ങിന് എടുത്തു കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസേഴ്സിന് അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇപ്പോൾ ആക്ടേഴ്സിൻ്റെ ഒപ്പം തന്നെ കോമ്പറ്റ് ചെയ്യാനും മാത്രമുള്ള ഒരു മാർക്കറ്റ് ഇവിടെ വളർന്നിട്ടുണ്ടെന്നാണോ വിചാരിക്കുന്നത്? ആസ് ഹ്യൂമൻ ബീങ്സ് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്ന രീതി മാറിയിട്ടില്ലേ? നേരത്തെ നമ്മൾ ടി വി ആണ് കണ്ടുകൊണ്ടിരുന്നത്. അന്ന് ടി വിയിൽ വരുന്ന പരസ്യങ്ങളാണ് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലമാണ് അല്ലേ? കഴിഞ്ഞൊരു 10-15 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ ഗ്രോത്തിൻ്റെ ഒരു സ്റ്റോറിയാണ് കഴിഞ്ഞൊരു 15 വർഷമായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഗ്രോത്ത് അനുസരിച്ച് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകളും മാറി. അപ്പോൾ ഇൻഫ്ലുവൻസേഴ്സിന് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള റോളാണ് ഉള്ളത്. അപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് സ്വാഭാവികമായിട്ടും ബിസിനസ്സിലേക്ക് വരാൻ ഉള്ള സാധ്യതകൾ ക്രിയേറ്റർ എക്കോണമി എന്നാണ് അതിന് പറയുന്നത് അല്ലേ? ഇൻഫ്ലുവൻസേഴ്സ് ബിസിനസ്സുകൾ തുടങ്ങുന്നതും ആ ബിസിനസ്സുകൾ ചെയ്യുന്നത്. എഗെയിൻ ബിസിനസ് തുടങ്ങുമ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് ബിസിനസ് ഈസ് നോട്ട് ഈസി. ഈ ബിസിനസ് തുടങ്ങുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം കൊടുക്കുന്ന എവിടെയെങ്കിലും വെച്ച് വെക്കുന്ന പോലെയല്ല. ഒരു പ്രോപ്പർ ബിസിനസ് തുടങ്ങുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അപ്പോൾ അതുകൊണ്ട് എളുപ്പമല്ലാത്തതുകൊണ്ടായിരിക്കും വളരെ എളുപ്പമുള്ള രീതിയിൽ ചില ആൾക്കാർ ഈ കൗണ്ടർ ഫീറ്റ്സ് ഒക്കെ വെക്കുന്ന പേജ് തുടങ്ങാറുണ്ട്. ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് ഞാൻ പറയുമ്പോൾ സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ ഒരു ക്രാഫ്റ്റിൻ്റെ പേരിൽ അറിയപ്പെടാത്ത, അതായത് ഇപ്പോൾ സിനിമയിൽ അഭിനയിച്ച ആളോ അല്ലെങ്കിൽ പാട്ട് പാടുന്ന ആൾക്കാരൊക്കെ അവർ അറിയപ്പെടുന്ന അവരുടെ ക്രാഫ്റ്റ് എന്താണോ അല്ലെങ്കിൽ അവർ എന്ത് ആർട്ട് ആണ് അവർ പുട്ട് ഫോർവേഡ് അതിൻ്റെ പേരിലായിരിക്കും. അവരല്ല ഞാൻ പറഞ്ഞത്. മറ്റുള്ള രീതിയിലുള്ള കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തമാശ കോണ്ടന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡാൻസിങ് ആയിരിക്കാം, മറ്റു പലതായിരിക്കാം. ചിലപ്പോൾ വെറുതെയുള്ള മീമുകൾ ഷെയർ ചെയ്യുന്ന ആളുകളായിരിക്കാം. അത്തരത്തിലുള്ള ആളുകളൊക്കെ പെട്ടെന്ന് ബിസിനസ് ചെയ്യണം തുടങ്ങുന്ന തോന്നുമ്പോൾ ചെയ്യുന്നതാണ് ഈ കൗണ്ടർ ഫീറ്റ്സ് പ്രൊമോട്ട് ചെയ്യുക, കോപ്പി പ്രൊഡക്ട്സ് പ്രൊമോട്ട് ചെയ്യുക. അതൊക്കെ ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് അവകാശമില്ല, നിങ്ങൾക്ക് അവകാശമില്ല എന്നുള്ളത് മനസ്സിലാക്കുക. പകരം നിങ്ങൾ വളരെ പ്രോപ്പറായിട്ടുള്ള സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് സെലക്ട് ചെയ്യും. എല്ലാവരും ക്ലോത്തിങ് ബ്രാൻഡിലേക്ക് വരുന്നത് കാണാറുണ്ട്, അല്ലെങ്കിൽ ക്ലോത്തിങ് സ്റ്റോറുകൾ തുടങ്ങാൻ കുറച്ച് എളുപ്പമായിട്ട് തോന്നും. രണ്ടാമത് നമുക്ക് ഇടാനും നമുക്ക് ഇട്ട് നടക്കാനും ഒക്കെ വളരെ ചാൻസുകൾ കൂടുതലാണ്, അല്ലെങ്കിൽ അതിൻ്റെ സാധ്യതകളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ക്ലോത്തിങ് ബ്രാൻഡ് ടഫാണെന്നാണ് ഞാൻ 10 വർഷമായിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് ഞാൻ പറയാറ്. കാരണം ഞാൻ ഇൻഡസ്ട്രിയിൽ പല അസോസിയേഷനിലും കീ പിവറ്റൽ റോൾസിൽ ഇരിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കറിയാം എന്താണ് ക്ലോത്തിങ് ബിസിനസ്സിൽ നടക്കുന്നത്. അപ്പം ഇൻഫ്ലുവൻസേഴ്സ് കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആവേണ്ടതുണ്ട്. ഇൻഫ്ലുവൻസേഴ്സിന് ഒരുപാട് ബിസിനസ് സാധ്യതകൾ ഉപയോഗപ്പെടുത്താം, പക്ഷേ ലീഗലായിട്ടുള്ള അവരുടെ പാഷനായിട്ട് അലൈൻ ചെയ്യുന്ന അഗെയിൻ പാർട്ട്ണർഷിപ്സിൻ്റെ സാധ്യതകളും ഉപയോഗപ്പെടുത്താവുന്നതാണ് അവർക്കും. ബിസിനസ്സുകാരായിട്ടുള്ള പാർട്ട്ണർഷിപ്പ് ഉള്ള രീതിയിൽ ഉപയോഗപ്പെടുത്താം. നേരത്തെ പറഞ്ഞ പോലെ സോളിഡ് പാർട്ട്ണർഷിപ്പുകളിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവർക്കും ഒരു ലോങ് ടേം ബെനിഫിറ്റ്സ് ഉപയോഗിക്കപ്പെടുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. ക്ലോത്തിങ് അത്ര ഫേവറബിൾ അല്ല എന്നുണ്ടെങ്കിൽ, ഞാൻ ഇപ്പോൾ ഒരു സെലിബ്രിറ്റി ആണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഈ ഒരു സിനാരിയോയിൽ 2026 തുടങ്ങാൻ പറ്റിയ നല്ല ബിസിനസ് ഏതാ? അല്ല, ക്ലോത്തിങ് തുടങ്ങാം. ഞാൻ ക്ലോത്തിങ് തുടങ്ങാൻ പാടില്ല എന്നാണ് എല്ലാവരും ക്ലോത്തിങ് തുടങ്ങുമ്പോൾ ഞാനും തുടങ്ങിയേക്കാൻ തീരുമാനിക്കരുത്. നമുക്ക് എന്തെങ്കിലും ഒരു കാരണം വേണം ക്ലോത്തിങ് തുടങ്ങാൻ. ഒന്നുമില്ലെങ്കിൽ നമുക്ക് നല്ലോണം ഡ്രസ്സ് ചെയ്യാൻ ഇഷ്ടമാണ് എന്നതിൻ്റെ പേരിൽ ക്ലോത്തിങ് തുടങ്ങരുത്. അതല്ല പാഷൻ. എനിക്ക് ക്ലോത്തിങ് ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യണം. അതിൻ്റെ ഡിസൈൻ സൈഡിലാവട്ടെ, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിലാവട്ടെ, എന്തെങ്കിലും രീതിയിൽ അതിനായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ വളരെ പാഷനേറ്റാണ്, എനിക്കൊരു ബ്രാൻഡ് ഉണ്ടാക്കിയേ അടങ്ങും എന്നുള്ള ഒരു താല്പര്യമുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ കടന്നു വരിക. പിന്നെ അതിൻ്റെ പെയിൻ മനസ്സിലാക്കണം. നമ്മൾ കമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് ആദ്യം ഒരു സോഷ്യൽ മീഡിയ ബേസ്ഡ് ബ്രാൻഡ് ആണെങ്കിൽ ആദ്യം നമ്മൾ ഇവിടുത്തെ ബ്രിക്ക് ആൻഡ് മോട്ടാർ സ്റ്റോഴ്സ് ആയിട്ടാണ് കമ്പീറ്റ് ചെയ്യുന്നത് അല്ലേ? നമ്മൾ സാധാരണ ഇതിൽ ABCD എന്ന് പറയുന്ന ചെറിയൊരു കട മുതൽ കല്യാൺ സെലക്ഷനേറ്റ് വരെ കമ്പീറ്റ് ചെയ്യുന്നുണ്ട്. അവർക്കൊരു നമ്മളൊരു സാധനം മാർക്കറ്റിൽ കൊടുക്കുന്ന സ്വാഭാവികമായിട്ടും അത് ഡിമാൻഡ് ഡിസ്ട്രിബ്യൂട്ട് ആവും. അതുപോലെ തന്നെ ഇത് എഫിഷ്യൻ്റായിട്ട് രീതിയിൽ റൺ ചെയ്യാനുള്ള കുറേ ചലഞ്ചസ് ഉണ്ട്. അതുപോലെ ഇത് നല്ല ക്യാപിറ്റൽ ഇൻക്ലൂസീവ് ആണ്. ഒരുപാട് സൈസുകളുണ്ട്. എല്ലാ പ്രാവശ്യം പുതിയ ഡിസൈൻസ് കൊണ്ടുവരണം. ഇത് വിറ്റില്ലെങ്കിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്രൊഡക്റ്റുകൾ മാർക്കറ്റിലേക്ക് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ കാണുന്നത് കുറച്ച് പ്രൊഡക്റ്റ് മേടിച്ചുകൊണ്ടിരുന്നു, അത് വിറ്റ് കഴിഞ്ഞിട്ട് ആ ലാഭം കിട്ടും. അങ്ങനെയല്ല ബിസിനസ് വർക്ക് ചെയ്യുന്നത്. ബിസിനസ് പതുക്കെയാണ് ഡെവലപ്പായി വരുന്നത്. പിന്നെ നമ്മുടെ ക്ലെയിം എന്ന് പറഞ്ഞാൽ റെസിഡ്യുവൽ ക്ലെയിമാണ്.
ഒരു ബിസിനസ് നമ്മൾ തുടങ്ങി ആ സാധനം വിറ്റു, അതിൻ്റെ പ്രോഫിറ്റ് മാത്രമേ നമുക്ക് മാക്സിമം എടുക്കാൻ പറ്റുള്ളൂ. ഒരു ഗ്രോയിങ് ബിസിനസ് ആണെങ്കിൽ ആ പ്രോഫിറ്റ് വീണ്ടും അതിലേക്ക് ഇടണം. അപ്പോൾ നമ്മുടെ ഒരു സാമ്പത്തിക സിറ്റുവേഷൻ മെച്ചപ്പെടുത്താനാണ് തുടങ്ങണമെങ്കിൽ കുറച്ചും കൂടിയും അതിന് ആ അർത്ഥത്തിൽ തുടങ്ങണം. എൻ്റെ പ്രശ്നം സോൾവ് ചെയ്യാനാണ് ഞാൻ ബിസിനസ് തുടങ്ങുന്നതെങ്കിൽ അതിനെ സാധാരണ ഒരു ബിസിനസ് ആയിട്ട് തുടങ്ങണം. നാട്ടുകാരുടെ പ്രശ്നം, അതായത് നാട്ടുകാർക്ക് ഇവിടെ മാർക്കറ്റിൽ നല്ലൊരു കുർത്തി ബ്രാൻഡ് ഇല്ല എന്നുള്ളതാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. ഞാൻ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി നല്ലൊരു കുർത്തി ബ്രാൻഡ് ഇല്ല. ലേഡീസിൻ്റെ കാര്യം പറഞ്ഞാൽ, അല്ലെങ്കിൽ ആണുങ്ങളുടെ ആണെങ്കിൽ ഒരു നല്ല ഷർട്ട് ബ്രാൻഡ് ഇല്ല എന്ന് എനിക്ക് തോന്നുകയാണ്. ഞാൻ വാലിഡേറ്റ് ചെയ്തപ്പോൾ ആ പ്രൈസ് പോയിന്റിൽ ഇല്ല. അപ്പോൾ ആളുകൾക്കൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം കസ്റ്റമർക്ക് കിട്ടാനില്ല എന്നല്ലേ. ആ പ്രശ്നമാണ് സോൾവ് ചെയ്യാൻ നോക്കുന്നതെങ്കിൽ കുറച്ചുകൂടി ഒരു സ്റ്റാർട്ടപ്പ് ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യണം. അപ്പം അത് രണ്ടും രണ്ട് രീതിയാണ്. ഞാൻ പല വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ കാര്യം. അപ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. പക്ഷേ അപ്പോൾ നമ്മുടെ പ്രശ്നമാണ് സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നെങ്കിൽ, എൻ്റെ ഒരു വരുമാന പ്രശ്നമാണെങ്കിൽ വളരെ ചെറിയ രീതിയിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു പോകാം. എഗെയിൻ ഇല്ലീഗൽ ചെയ്യരുത്. രണ്ടാമത് നമുക്ക് കുറച്ച് വലിയ വിഷൻ ആണെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം. പിന്നെ 2026 തുടങ്ങാൻ പറ്റുന്ന ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗെയിൻ ക്ലോത്തിങ്ങിലും സാധ്യതകളുണ്ട്. ഇപ്പോൾ അത്ലേജർ എന്ന് പറയുന്നത് അല്ലേ, അത്ലേജർ എന്ന് പറഞ്ഞാൽ അത്ലറ്റിക്സ് യൂസേജിനും അതേപോലെ ലേജർ യൂസേജിനും കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. അതായത് ഈ 2018 കോവിഡിന് ശേഷമാണ്, അല്ലെങ്കിൽ 18-19 കോവിഡിന് ശേഷമാണ് ഈ അത്ലേജറിന് ഇമ്പോർട്ടൻസ് കൂടി. കാരണം വർക്ക് ഫ്രം ഹോം കൂടി, വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന വളരെ പൈജാമ പാൻസ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഭയങ്കര ഡിമാൻഡ് ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ ഗ്ലോബലി ലുലു ലെമൺ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ്, അല്ലെങ്കിൽ ആലോ എന്ന് പറഞ്ഞ ബ്രാൻഡൊക്കെ അത് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ വേർഷൻ വളരെ കുറവാണ്, 1-2 ഉണ്ട്, പക്ഷേ വളരെ നോർമലായിട്ടാണ് ചെയ്യുന്നത്. കുറച്ച് ബെറ്റർ ആയിട്ട് ഒരു സാധ്യത അത്ലേജറിലുണ്ട്. ഐ തിങ്ക് ടോവിനോ തോമസ് വിൽ ബി എ റൈറ്റ് ഫിറ്റ് ഇഫ് സംബഡി ഈസ് ഇൻട്രസ്റ്റഡ്, ഓർ ടോവിനോ ഹിംസെൽഫ് ഈസ് ഇൻട്രസ്റ്റഡ്. പിന്നെ ന്യൂട്രാസ്യൂട്ടിക്കൽസ് ഇസ് ഗ്രോയിങ് വെരി മച്ച് റൈറ്റ്, ഗ്രോയിങ് വെരി മച്ച്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറയുമ്പോൾ മനസ്സിലായില്ല, അതായത് നമ്മൾ ന്യൂട്രീഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ വേ പ്രോട്ടീൻ ക്രിയേറ്റ് എന്നൊക്കെ ജിമ്മിന് പോകുന്ന ആൾക്കാർ ഉപയോഗിക്കുന്നതാണെന്നാണ് സാധാരണ നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ ഒരു വൈറ്റമിൻ ഡി അല്ലെങ്കിൽ ഒരു വൈറ്റമിൻ ഇ അല്ലെങ്കിൽ ഒരു ഫിഷ് ഓയിൽ സപ്ലിമെൻറ്റ് ഇതൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരിൽ നല്ല ഡ്രാസ്റ്റിക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട്. അത് ഉപയോഗിച്ചാൽ റിസൾട്ട് ഉണ്ടെന്നാണ് ഞാനൊക്കെ പേഴ്സണലി പല സാധനങ്ങൾ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, പല ബ്രാൻഡുകളുടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊരു ഡിമാൻഡ് ജനറേഷൻ നടക്കുന്നുണ്ട്. പെർഫ്യൂംസ് നല്ലൊരു കാറ്റഗറിയാണ്. എനിക്കറിയാവുന്ന, അല്ലെങ്കിൽ ഞാൻ ഏഞ്ചൽ ഇൻവെസ്റ്റർ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് ദ പെർഫ്യൂം പ്രൊജക്ട് ബൈ ശ്രുതി രജനീകാന്ത്. ഇറ്റ്സ് ഗ്രോയിങ് ട്രെമെൻഡസ്ലി വെൽ. കാരണം മാർക്കറ്റ് ഈസ് ഓൾസോ ബൂമിങ്. സോ അതിൻ്റെ ഒരു ബെനിഫിറ്റും കിട്ടുന്നുണ്ട്. ഓഫ് കോഴ്സ് അവർ പാഷനേറ്റ് ആയിട്ട് അതിനെ അപ്രോച്ച് ചെയ്യുന്നു, ഒരു സ്റ്റാർട്ടപ്പ് രൂപത്തിൽ അത് റൺ ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ് ഗ്രോ ചെയ്യുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു വാച്ചസ്, സൺഗ്ലാസസ്, ഇതിനകത്തൊന്നും ബ്രാൻഡുകളില്ല പുതിയത്. ഇന്ത്യനൈസ്ഡ് ആയിട്ടുള്ള ബ്രാൻഡുകൾക്ക് സാധ്യതയുണ്ട്. ഇതിൻ്റെയൊക്കെ കൺസംഷൻ ഒരുപാട് കൂടിയിട്ടുണ്ട്. എൻ്റെ നാട് എടപ്പാൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എടപ്പാളിൽ എൻ്റെ അറിവിൽ, ഞാനിപ്പോൾ ഒരു 36 വയസ്സുകാരനാണ്, 36 വർഷമായിട്ട് ഒരു പ്രോപ്പർ വാച്ച് സ്റ്റോർ ഞാൻ കണ്ടിട്ടില്ല. പണ്ടൊക്കെ നമ്മൾ ദുബായ് ഷോപ്പ് എന്ന് പറയില്ലേ, ചെറിയ ചെറിയ ദുബായ് ഷോപ്പുകളുണ്ടാവും, ഗൾഫിലെ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഈ ക്രീമുകളൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ഷോപ്പുകളിൽ ഒരു ചെറിയ കൗണ്ടറിലാണ് വാച്ചുകൾ വിറ്റുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാൻ നാട്ടിൽ പോയപ്പം അവിടെ പുതിയൊരു വാച്ച് സ്റ്റോർ, എക്സ്ക്ലൂസീവ് വാച്ച് ബുട്ടീക്ക് തുടങ്ങിയിട്ടുണ്ട്. അത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അതൊരു തട്ടിക്കൂട്ടി സംഭവം എന്നല്ല, വളരെ പ്രോപ്പറായിട്ടുള്ള, വളരെ നീറ്റായിട്ടുള്ള സൈക്കോ പോലത്തെ ബ്രാൻഡുകൾ, അല്ലെങ്കിൽ ടീസോ പോലത്തെ ബ്രാൻഡുകൾ, അങ്ങനത്തെ നല്ല നല്ല ബ്രാൻഡുകളൊക്കെ ഇപ്പോൾ എടപ്പാൾ ടൗണിൽ അവൈലബിൾ ആണ്. നേരത്തെ ഇത് മലബാർ ഗോൾഡിൻ്റെ വാച്ച് സെക്ഷനിൽ മാത്രമാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ എന്താ കാരണം എന്ന് വെച്ചാൽ അതിന് ഒരു ഡിമാൻഡ് ജനറേറ്റ് ആയി. ഇപ്പോൾ ആളുകൾ കുറച്ചുകൂടി ഡീറ്റെയിലേക്ക് ശ്രദ്ധിക്കുന്നു. അവരെന്ത് വാച്ചാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അവരെന്ത് പെർഫ്യൂമാണ് ഉപയോഗിക്കുന്നത്, അവരെന്ത് ഷൂസാണ് ഉപയോഗിക്കുന്നത്, അവരെന്ത് കണ്ണടയാണ് വെച്ചിരിക്കുന്നത്. ഇതിനകത്തൊക്കെ ആൾക്കാർ കുറച്ച് കോൺഷ്യസ് ആണ്. അപ്പം ഈ പർച്ചേസ് പവർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഇതിനൊക്കെ സാധ്യതകളുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു നല്ല വാച്ച് ബ്രാൻഡ്സിന് സാധ്യതയുണ്ട്. ഇപ്പോൾ വാച്ചിൻ്റെ സ്പേസിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ കുറേ ബ്രാൻഡുകൾ ഉണ്ട് താനും. ഇപ്പോൾ ജയ്പൂർ വാച്ച് കമ്പനി, ബാംഗ്ലൂർ വാച്ച് കമ്പനി, ഡൽഹി വാച്ച് കമ്പനി, അത്തരത്തിലുള്ള പേരുകളാണ് വരാറുള്ളത്. ഒരു കൊച്ചി വാച്ച് കമ്പനി ആർക്കാലും തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ വി ക്യാൻ ഡിസ്കസ്, ബിക്കോസ് ഐ ഓൾസോ ഹാവ് ഇൻട്രസ്റ്റ് ഇൻ ദാറ്റ്. ലൈക്ക് ദാറ്റ്സ് വാട്ട് ഐ എം സെയിങ്. നമുക്കിത് എന്താണ് മാർക്കറ്റിൽ ഇപ്പം ഒരു ബൂമുള്ളത് എന്ന് കരുതി നമുക്കൊരു വാച്ചിനെ കുറിച്ച് ഒന്നോ അറിയാത്ത ഒരാൾ അതിനകത്ത് പോയിട്ട് എൻഡോഴ്സ് ചെയ്തിട്ട് കാര്യമില്ല. അതിനകത്തൊരു ഇൻട്രസ്റ്റ് ഉള്ള ഒരാളായിരിക്കണം. അതിനകത്ത് ഒരു ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റണം. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിസൈൻ എങ്ങനെ ഇരിക്കണം, അതിൻ്റെ ഫംഗ്ഷനാലിറ്റി എങ്ങനെ ഇരിക്കണം, അതൊരു ക്രോണോഗ്രാഫ് ആവണോ അതോ വേണ്ടയോ, ഇത്തരത്തിലുള്ള കുറച്ച് ഇൻപുട്സ് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരായിട്ടായിരിക്കണം ഈ പാർട്ണർഷിപ്സ് നടക്കേണ്ടത്. ഓക്കെ, ദാറ്റ്സ് വാട്ട് ഐ എം സെയിങ്. അപ്പം വാച്ചസ്, പെർഫ്യൂംസ്, സൺഗ്ലാസസ്, ഷൂസ്, ക്ലോത്തിങ് തന്നെ പെർട്ടിക്കുലർലി. ക്ലോത്തിങ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, ക്ലോത്തിങ് വളരെ ഡിഫൈൻഡ് ആയിരിക്കണം. എന്ത് ക്ലോത്തിങ് പ്രൊഡക്റ്റ്, ഒരു പാർട്ടി വെയറിന് ഉപയോഗിക്കാൻ പറ്റുന്നതാണോ, ഒരു സെറിമോണിയലായിട്ടാണോ, പാർട്ടി വെയർ ആൻഡ് സെറിമോണി ഇസ് മോർ ഓർ ലെസ് ദ സെയിം, അല്ലെങ്കിൽ കാഷ്വൽ ബ്രാൻഡാണോ, അല്ലെങ്കിൽ നിങ്ങൾ അത്ലേജർ ബ്രാൻഡാണോ, വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡൊമൈൻ ചൂസ് ചെയ്ത് അതിനകത്ത് ഇപ്പോഴും സാധ്യതകളുണ്ട്. ഇപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ശ്രുതി രജനീകാന്തിൻ്റെ പെർഫ്യൂം പ്രോജക്റ്റ്, അതിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര വൈറലായിരുന്നു ഒരു സമയത്ത് അവരുടെ ആ ബിസിനസ് വെഞ്ചർ. അതിൽ
ഏഞ്ചൽ ഇൻവെസ്റ്ററാണ് താങ്കളെന്ന് പറഞ്ഞല്ലോ. എന്താ ഈ ഏഞ്ചൽ ഇൻവെസ്റ്റർ എന്ന് ചോദിച്ചാൽ എന്താ എന്നുള്ളത് ഒരു സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലൊന്ന് പറയൂ. ഏഞ്ചൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഓർമ്മ വരുന്ന? ഒരു മാലാഖ അല്ലേ? ഒരാൾക്കൊരു ബിസിനസ് തുടങ്ങാൻ താല്പര്യമുണ്ട്, അവർ അതിൻ്റെ ഫണ്ട് കണ്ടെത്താൻ വേണ്ടി ഒരാളെ സമീപിക്കുന്നു. അപ്പോൾ ആരെങ്കിലും സമീപിച്ചിട്ട് കാര്യമില്ലല്ലോ, ഇത് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ആളുകളുടെ അടുത്ത് പോയി സമീപിക്കണം. അപ്പോൾ ഞാൻ എന്നെ സ്വയം ഏഞ്ചൽ ഇൻവെസ്റ്റർ എന്ന് പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആണെന്നുള്ളത് ഓഡിയൻസിന് മനസ്സിലാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് അത്തരം ഒരു കോൺടാക്ട് വഴി അവരെടുത്ത് നമ്മളെടുത്ത് വരികയും നമ്മളത് ആ ബിസിനസ്സിന് പിച്ച് എന്ന് പറയും, അതായത് എങ്ങനെയാണ് ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്, അവരുടെ ക്രെഡിബിലിറ്റി എന്താണ്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്. അപ്പം ശ്രുതിയുടെ കാര്യം പറയുകയാണെങ്കിൽ ശ്രുതി പെർഫ്യൂമറാണ് ബേസിക്കലി. അവരതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്, അവർ സ്വന്തമായിട്ട് പെർഫ്യൂം ഉണ്ടാക്കാൻ അറിയുന്ന ആളാണ്. പിന്നെ അവർക്കൊരു ഓഡിയൻസ് ഉണ്ട്, അപ്പോൾ അവർ കണക്റ്റഡ് ആണ്, നല്ല എൻഗേജ്മെൻറ്റുള്ള ഓഡിയൻസ് ആണ്. അപ്പോൾ അവർക്ക് ആ ഒരു പ്രൊഡക്റ്റ് സ്യൂട്ടബിൾ ആണോ നമ്മൾ നോക്കി അതെല്ലാം ഓക്കെ ആണെന്ന് പറയുമ്പോൾ നമ്മൾ വി ഡു ആർ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ അവർക്ക് പൈസ കൊടുക്കുന്നു. ഞാൻ കുറച്ചുകൂടി സ്ട്രാറ്റജിക് ഇൻവെസ്റ്ററാണ്. സ്ട്രാറ്റജിക് ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചുകൂടി സ്ട്രാറ്റജി ഇൻഫ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബിസിനസ് ചെയ്ത് പരിചയമുണ്ട്. അതിൻ്റെ പുറമെ ഞാൻ അക്കാഡമിക്കലി 2 MBA ചെയ്തിട്ടുള്ള ഒരാളാണ്, ഒരു BTech മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. സോ ഈ എൻ്റെ ഒരു അക്കാഡമിക് സ്ട്രെങ്ത്തും എൻ്റെ ഒരു ബിസിനസ് എക്സ്പീരിയൻസും എൻ്റെ പണം ഉപയോഗിച്ച് ഞാനും മറ്റ് ബിസിനസ്സുകൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു. ടച്ച് വുഡ്, ഇറ്റ്സ് ഗോയിങ് വെരി നൈസ്. കാരണം അത് ഒരു വർഷം ആവുന്നേ ഉള്ളൂ. February 14th ഫസ്റ്റ് ഇയർ ആനിവേഴ്സറി, ഫസ്റ്റ് ആനിവേഴ്സറി ടു ബി പ്രിസൈസ്. അപ്പം വി ആർ ഡൂയിങ് ട്രെമൻഡസ്ലി വെൽ. കാരണം ആ പാഷൻ കറക്റ്റാണ്, റൈറ്റ് ബിസിനസ് സ്ട്രാറ്റജി ഉണ്ട്, റൈറ്റ് പ്രൊഡക്റ്റാണ്, റൈറ്റ് പ്രൈസിംഗ് ആണ്, റൈറ്റ് ഓഡിയൻസിലേക്ക് എത്തുന്നു. ആൻഡ് ദർ ഇസ് എ വെരി ഗുഡ് റിപ്പീറ്റ് റേറ്റ് ഓൾസോ. കുറേ ഒരു 30% കൂടുതൽ ആളുകൾ ഇത് റിപ്പീറ്റായിട്ട് മേടിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം പ്രൊഡക്റ്റ് ഈസ് ഗുഡ്, ദ എക്സ്പീരിയൻസ് ഈസ് ഗുഡ്. അപ്പം വളരെ ക്യൂറേറ്റഡ് ആയിട്ട് വളരെ കോൺഷ്യസ് ആയിട്ട് വേണം നമ്മളൊരു ബിസിനസ് പ്ലാൻ ചെയ്യാൻ. അപ്പം അത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് ഉണ്ടാവും. എല്ലാം സക്സസ് ആയിക്കൊള്ളണമെന്നില്ല. സേയിങ് ദിസ് ഇസ് എ ക്ലാസിക് എക്സാമ്പിൾ. ഇപ്പോൾ എൻ്റെ കയ്യിലൊരു ബിസിനസ് ഐഡിയ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ഞാൻ അബ്ബാസിനെ ഏഞ്ചൽ ഇൻവെസ്റ്റർ ആയിട്ട് സമീപിച്ച് കഴിഞ്ഞാലേ എങ്ങനെയായിരുന്നു? അപ്പോൾ അബ്ബാസിൻ്റെ റിട്ടേൺസ് എങ്ങനെയാണ് അബ്ബാസ് പ്രതീക്ഷിക്കുക എൻ്റെ ഭാഗത്തുനിന്ന്? അതിൻ്റെ പ്രോഫിറ്റിലാണോ അല്ലെങ്കിൽ? ദർ ആർ 2 ways. ഓക്കെ, എനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ ഇപ്പോൾ മറ്റൊരു പോഡ്കാസ്റ്റ് വേണ്ടി വരും. ഞാൻ ചുരുക്കി പറയാൻ ശ്രമിക്കാം. ഇപ്പം ഞാൻ റിട്ടേൺ പ്രതീക്ഷിക്കുന്നത് ഞാൻ കുറച്ചുകൂടി ഏഞ്ചൽ ഇൻവെസ്റ്റർ എന്ന് പറയുമ്പോൾ ഏർലി ഇൻവെസ്റ്ററാണ്. ആദ്യം വരുന്നൊരു ഇൻവെസ്റ്ററെ നമുക്ക് സാധാരണ ഇതിൽ ഏഞ്ചൽ ഇൻവെസ്റ്റർ. അപ്പോൾ ഒരു ഫൗണ്ടർഷിപ്പ് പോലെയൊക്കെ എനിക്ക് ചില സ്ഥാപനങ്ങൾ ചെയ്യാൻ പറ്റും. അതായത് ഞാനും കൂടി നല്ലോണം ഇൻവോൾവ് ചെയ്ത് എനിക്ക് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ എപ്പോഴും പറയുന്ന ഒരു 12 ലൈഫ് സ്റ്റൈൽ ബ്രാൻഡുകൾ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു വിഷനുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ കൂടുതൽ ലൈഫ് സ്റ്റൈൽ ബ്രാൻഡുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഫാഷൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ. എനിക്ക് ടെക്കുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് എങ്കിൽ പോലും എൻ്റെ പ്രൈമറി ഫോക്കസ് അതാണ്. അപ്പം അത്തരത്തിലുള്ള ബ്രാൻഡുകൾക്ക് അവർ പ്രോപ്പറായിട്ടുള്ളൊരു ബേസിക് സ്ട്രക്ചർ അവർക്കുണ്ട്. അവർക്കത് ചെയ്യാൻ പറ്റുന്ന നല്ല പിച്ച് ടെക്കുകൾ ഉണ്ടെങ്കിൽ എൻ്റെ ഇമെയിൽ ഐ ഡിയിലേക്ക് എനിക്ക് ഇമെയിൽ ചെയ്യാം. hello@abbasaddhara.com എന്നാണ് ഇമെയിൽ ഐ ഡി. അതിനകത്ത് നിങ്ങൾ ഇമെയിൽ ചെയ്യും. നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആണ് തോന്നിയെങ്കിൽ വി ക്യാൻ സിറ്റ് ആൻഡ് ടോക്ക്. ഞാൻ എപ്പോഴും നോക്കുന്നത്, നേരത്തെ പറഞ്ഞില്ല, ഞാൻ മെൻറ്ററബിൾ ആണോ നോക്കും. കാരണം നമ്മളൊരു സ്ട്രാറ്റജിക് ഇൻവെസ്റ്ററായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ എക്സ്പീരിയൻസ് കൂടി അതിൽ പ്രോപ്പറായിട്ട് ഇൻവോൾവ് ചെയ്തുകൊണ്ട് നടത്തിയാൽ മാത്രമേ ഇത് വിജയിക്കാൻ സാധ്യതയുള്ളൂ. വിജയിക്കുമെന്ന് എനിക്കും ഉറപ്പ് പറയാൻ പറ്റില്ല, അവർക്കും പറയാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, ആ സ്ട്രെങ്ത് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, അവരുടെ സ്ട്രെങ്ത് എന്താണ്, അവരത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. എല്ലാം കൂടി ഉണ്ടാവുന്ന ഒരു ഹാർമണിയിലാണ് ഒരു സക്സസ് ഉണ്ടാവുന്നത്. ഞാൻ ഒരു കൗതുകത്തിന് ചോദിക്കട്ടെ, ഇപ്പോൾ എൻ്റെ അറിവിൽ ഇംഗ്ലീഷ് കളേഴ്സ് എന്നുള്ളൊരു ബ്രാൻഡ് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ. ഇപ്പോൾ പല ആളുകൾക്കും ഏഞ്ചൽ ഇൻവെസ്റ്റർ ആവുന്നുണ്ട് താങ്കൾ. ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ സ്ഥലങ്ങളിൽ അതുകൊണ്ട് ഈ ബിസിനസ് തരുന്ന കിക്ക് എന്താ അബ്ബാസിന്? ഞാൻ എൻജിനീയറിംഗ് ആണ് പഠിച്ചത് നേരത്തെ. അപ്പോൾ എൻജിനീയറിംഗ് ഒരു ഫസ്റ്റ് ഇയർ ആയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതുകൊണ്ട് ഞാൻ ജീവിക്കാൻ പോകണില്ല. ലൈക്ക് പഠിക്കാൻ എനിക്ക് പറ്റും, ഞാൻ ലൈക്ക് വെരി സ്റ്റുഡിയസ് ഉണ്ടാവും, സ്കൂളിലും കോളേജിലൊക്കെ ടോപ്പറൊക്കെ ആയിരുന്നു. പക്ഷേ എനിക്കതിൻ്റെ ടേസ്റ്റ് അല്ല, ദിസ് ഇസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ എന്ന് എനിക്ക് നേരത്തെ തന്നെ മനസ്സിലായി. പിന്നെ എനിക്ക് ആ ഒരു ബിസിനസ് ഇൻട്രസ്റ്റ് ഉണ്ട്. ഫാമിലിയിൽ ചെറിയ രീതിയിലാണെങ്കിലും ബിസിനസ്സിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചേട്ടൻ ഈ ഗാർമെൻറ്റ് ഇൻഡസ്ട്രിയിലായതുകൊണ്ട് പിന്നീട് ഞാനൊരു MBA പഠിക്കാൻ തീരുമാനിക്കുകയും MBA പോവുകയും പിന്നെ ഗാർമെൻറ്റ് ഇൻഡസ്ട്രിയിലേക്ക് വരികയൊക്കെയാണ് ഉണ്ടായത്. എനിക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഞാനൊരു ആർട്ടിസ്റ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് ആർട്ടിസ്റ്റിക് സംഭവം എന്ന് പറഞ്ഞാൽ ബ്രാൻഡുകളും പ്രൊഡക്റ്റുകളാണ്. പിന്നെ എനിക്ക് ബിസിനസ് എന്ന് പറഞ്ഞ സാധനത്തിനകത്തുനിന്ന് ഒരു ടയർഡ്നെസ് ഇല്ല, അതിൻ്റെ പാഷൻ ആയതുകൊണ്ടായിരിക്കും. എനിക്ക് നല്ലോണം ഇതിനു വേണ്ടി എഫേർട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. ഞാനിന്ന് രാവിലെ എണീറ്റ് എൻ്റെ 4-5 മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ഈ പോഡ്കാസ്റ്റ് വന്നിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 11 മണി വരെ എൻ്റെ ഡേയ്സ് ലൈക്ക് പാക്ഡ്. പക്ഷേ ആ എനർജി ഉണ്ട്. പിന്നെ സക്സസ്സും ഫെയിലറും ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് കൃത്യമായിട്ട് എൻ്റെ എക്സ്പീരിയൻസ് ഈസ് ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? എൻ്റെ അക്കാഡമിക്സ് ഒരു സൈഡിലുണ്ട്. എൻ്റെ എക്സ്പീരിയൻസ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം ഗ്രോത്തും കണ്ടിട്ടുണ്ട്, ഒറ്റയടിക്ക് നിലത്ത് വീണ സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ നേരത്തെ നമ്മൾ CJ റോയ് അല്ലേ, ഡോക്ടർ CJ റോയ്, നമ്മളെല്ലാവരും നല്ല രീതിയിൽ നോക്കിക്കണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു പക്ഷേ ആ ഫെയിലർ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കാനുള്ളൊരു കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഫെയിലർ ആസ് ഇൻ ഒരു പ്രശ്നം, ഫെയിലർ എന്ന് ഞാൻ വിളിക്കുന്നില്ല, ഒരു പ്രശ്നം അഭിമുഖീകരിക്കാൻ പറ്റാതിരുന്നത്. അദ്ദേഹം പറഞ്ഞിട്ട് ചില ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കഷ്ടപ്പാടൊന്നും അനുഭവിച്ചിട്ടില്ല. ഞാൻ നോർമലായിട്ടുള്ളൊരു കുടുംബത്തിൽ നിന്നാണ് വളർന്നു വന്നെങ്കിലും വിദേശ പഠനം നടത്തിയാണ്
ജോലി കിട്ടിയത് അന്ന് വലിയൊരു ഒരു ഹെവ്ലെറ്റ് പാക്കഡ് എന്ന് പറഞ്ഞാൽ HP എന്ന് പറഞ്ഞ ബ്രാൻഡിലാണ് അയാൾ വർക്ക് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങി. ആ ബിസിനസ്സിന് ഗ്രോത്തേ ഉണ്ടായിട്ടുള്ളൂ. ഒറ്റയടിക്ക് അത് സ്റ്റക്ക് ആകുമ്പോൾ അത് എങ്ങനെ ഇതിനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാൻ പറ്റിയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും കോൺസ്പിറസീസ് ഉണ്ടാവാം, നമ്മളതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി വളർന്ന ഒരാളാണ്. ഞാൻ ബുദ്ധിമുട്ടുകളൊക്കെ കുറച്ചൊക്കെ നേരിട്ടിട്ടുണ്ട്. ഞാൻ നല്ലോണം ഗ്രോത്ത് കണ്ട ഒരാൾ തന്നെയാണ്. സിമിലർ സിറ്റുവേഷൻ. ഞാൻ സ്കൂളിലും കോളേജിലും ടോപ്പറായിരുന്നു. എൻ്റെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് ഇങ്ങനെ വലുതായി വന്നതാണ്. അതിൻ്റെ ഇടയിൽ എനിക്ക് പല കാരണങ്ങൾ കൊണ്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടുണ്ട്. പക്ഷേ എനിക്ക് കുറച്ചൊരു ഗ്രൗണ്ടഡായി നിന്ന് ശീലമുള്ളതുകൊണ്ടും എനിക്ക് കുറച്ച് കഷ്ടപ്പാടൊക്കെ അറിയുന്നത് കൊണ്ടൊക്കെ ഒരു പക്ഷേ ഞാനത് ഹാൻഡിൽ ചെയ്യുന്നു. പിന്നെ നമ്മളെപ്പോഴും നമ്മൾ ഡിഗ്രി പഠിച്ച സാധനമാണോ നമ്മൾ പിന്നെ ജീവിതത്തിൽ ചെയ്യുന്നത്? അല്ലല്ലോ. നമ്മളൊരു ബിസിനസ് തുടങ്ങി ആ ബിസിനസ് തന്നെ ചെയ്യണം എന്നുള്ള വാശി പിടിക്കാണ്ടിരിക്കുക. ഐ തിങ്ക് ഐ എം എ സീസൺ ബിസിനസ് മാൻ നൗ. സോ ഐ ഹവ് സ്റ്റാർട്ടഡ് ഏഞ്ചൽ ഇൻവെസ്റ്റിംഗ്. B2B രീതിയിൽ ചെറിയ രീതിയിൽ ചെയ്യുന്നുണ്ട്. അഗൈൻ D2C, ഡയറക്റ്റ് കൺസ്യൂമർ ഫാഷൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ ബ്രാൻഡ്സുമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഒരു സമയത്ത് ഞാൻ പെർഫ്യൂമിൻ്റെ കാര്യമാണ് നോക്കണമെങ്കിൽ പിന്നെ ഞാൻ ക്ലോത്തിങ് നോക്കുന്നു. പിന്നെ ഞാനൊരു കാർ ആക്സസറീസിൻ്റെ B2B ബിസിനസ് ഉണ്ട്, അത് നോക്കുന്നു. സോ ഇറ്റ്സ് ലൈക്ക് ഫോർ എ ബ്രെയിൻ എക്സസൈസ് ഓൾസോ, റൈറ്റ്? ഞാൻ ഒരു ബിസിനസ് പഠിച്ച ഒരാൾ, കഴിഞ്ഞ 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലൈഫ് ഇൻട്രസ്റ്റിംഗ് ആണ് അതുകൊണ്ട്. സോ ദാറ്റ്സ് വൈ ഐ എം ഡൂയിങ് ഇറ്റ്. ആദ്യത്തെ ബിസിനസ് ഏതാ ചെയ്തത്? തുണിക്കച്ചവടം തന്നെയാണ്. ഞാൻ ഗാർമെൻറ്റ്സിലേക്കാണ് വന്നത്. എത്ര വയസ്സിലായിരുന്നു? I was 26. കാരണം ഞാൻ 26 വയസ്സ് വരെ ഞാൻ കോളേജിലായിരുന്നു. കാരണം 26-ാമത്തെ വയസ്സിൽ ചേട്ടൻ്റെ ബിസിനസ്സിനകത്താണ് വന്നത്. 27-ാമത്തെ വയസ്സിലാണ് ഈ ഇംഗ്ലീഷ് കളേഴ്സ് എന്നുള്ളൊരു ലേബൽ ലോഞ്ച് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ ചെറിയ വേറെ ബിസിനസ്സുകൾ ചെയ്തിട്ടുണ്ട്. ചിലത് നന്നായിട്ടുണ്ട്, ചിലത് നന്നാവും, ചിലർ നന്നാവില്ല എന്ന് പറഞ്ഞാൽ ചിലത് നന്നായിട്ടുണ്ട്, ചിലത് മോശമായിട്ടുണ്ട്. പക്ഷേ എവറിത്തിങ് ഈസ് എ ലേണിംഗ് എക്സാമ്പിൾ, റൈറ്റ്? നമുക്ക് എന്ത് ലേണിംഗ് എക്സ്പീരിയൻസ്, ടു ബി പ്രിസൈസ്, എവറിത്തിങ് ഈസ് എ ലേണിംഗ് എക്സ്പീരിയൻസ്, റൈറ്റ്? ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്നു, ആ ബിസിനസ്സിനകത്ത് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. നമുക്ക് എങ്ങനെ ഒരു സ്റ്റേക്ക് ഹോൾഡർ മാനേജ്മെൻറ്റ് ചെയ്യാം. സ്റ്റേക്ക് ഹോൾഡർ മാനേജ്മെൻറ്റ് കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അസോസിയേഷൻ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആയിരുന്നു. അപ്പോൾ അത്തരത്തിലൊക്കെ നമുക്ക് ഒരുപാട് വലിയ എമിനൻറ്റ് പേഴ്സണാലിറ്റീസിൻ്റെ കൂടെ ഒക്കെ പ്രവർത്തിക്കാനുണ്ടായ അനുഭവങ്ങളൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ. ഇതിപ്പോൾ നമ്മൾ ഇൻഫ്ലുവൻസ് മാർക്കറ്റിംഗ് പറഞ്ഞല്ലോ, ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് മാർക്കറ്റിൽ ഇൻഫ്ലുവൻസ് മാർക്കറ്റിംഗ് ആണല്ലോ. ഏറ്റവും കൂടുതൽ ചിലവ് കുറഞ്ഞത് ആ മാർക്കറ്റിംഗ് ആണെന്നാണ് പൊതുവെ ആൾക്കാർ പറയപ്പെടുന്നത്. ഇനി ഭാവിയിൽ ചിലപ്പോൾ ഇപ്പോൾ 2030 ആകുമ്പോഴേക്കും അല്ലെങ്കിൽ 2035 ആകുമ്പോഴേക്കും ഏതൊക്കെ രീതിയിൽ നമ്മളുടെ ബ്രാൻഡിങ്ങും മാർക്കറ്റിംഗും ഒക്കെ മാറാൻ സാധ്യതയുണ്ട്? അപ്പോൾ ആ സമയത്തൊക്കെ ഭരിക്കാൻ കൊണ്ടുപോകാൻ ചാൻസ് ഉള്ള മാർക്കറ്റിംഗ് ടെക്നിക്സ് എന്തൊക്കെയായിരിക്കും എന്നാണ് ഇപ്പോൾ വിചാരിക്കുമ്പോൾ തോന്നുന്നത്, അസ്യൂം ചെയ്യുന്നത്? എല്ലാം ഇപ്പോൾ AI ഡ്രിവൺ ആയതുകൊണ്ട് ഒരു AI ഡ്രിവൺ സ്വഭാവം ഇതിനകത്തെല്ലാം വരും. ഇപ്പം നമ്മളൊരു ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി ഇടണമെങ്കിൽ നേരത്തെ നമ്മൾ പാട്ട് സെർച്ച് ചെയ്യണമായിരുന്നു. ഇപ്പോൾ ആ ഇമേജുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പാട്ടുകളാണ് വരുന്നത്. സോ തിങ്സ് ആർ ഗെറ്റിംഗ് ഈസിയർ. അപ്പോൾ അതേപോലെ തന്നെ പർച്ചേസ് ബിഹേവിയറും അതുപോലെ മാറും, കസ്റ്റമർ വാങ്ങുന്ന രീതിയും അതുപോലെ മാറും. ഇപ്പം ചൈനയിലൊക്കെ ആണെങ്കിൽ അപ്പോൾ അവിടെ ഒരു ലൈവ് ഷോപ്പിംഗ് രീതികളുണ്ട്. അതായത് ലൈവ് പോവും, ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് പോയിട്ട് പ്രൊഡക്റ്റ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും, എന്നിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുന്ന രീതിയൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പല സംഭവങ്ങളും ഈ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സംഭവിക്കുന്നതൊക്കെ പതുക്കെ ഇന്ത്യയിലേക്ക് വരാറുണ്ട്. ചിലത് വിജയിക്കും, ചിലത് അങ്ങനെ ടേക്ക് ഓഫ് ചെയ്യാറില്ല. പിന്നെ ഇപ്പം ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗിൽ എനിക്ക് തോന്നുന്നത് UGC കോണ്ടന്റ്, അതായത് യൂസർ ജനറേറ്റഡ് കോണ്ടന്റ് പോലെയുള്ള റീലുകൾക്കാണ് സാധ്യത. അതായത് നമ്മൾ മേടിച്ച് ഉപയോഗിച്ച് അതിൻ്റെ റിയൽ അനുഭവങ്ങൾ പറയാം. ഇപ്പം ചില ആൾക്കാർ പറയുന്നുണ്ട്, ഞാനിത് മേടിച്ചു, നിങ്ങളത് മേടിക്കണ്ട എന്നുള്ളത് കൊണ്ട് ഞാൻ റീൽ ചെയ്യുന്നു, എന്നിട്ട് മേടിക്കാൻ പാടില്ലാത്ത പ്രൊഡക്റ്റുകൾ കാണിക്കുന്ന റീലുകൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്, റൈറ്റ്? കാരണം നമ്മളെല്ലാവരും പല ബ്രാൻഡുകളുടെ ആഡ്സും മറ്റേ ഇൻഫ്ലുവൻസർ റീൽസൊക്കെ കാണാറുണ്ട്. ഇതിൽ ഏതാണ് നല്ലതെന്ന് അവരെന്തായാലും ചിലപ്പോൾ പൈസ മേടിച്ചുകൊണ്ട് ചിലപ്പോൾ നല്ലതെന്ന് പറയുമായിരിക്കും. അപ്പോൾ കുറച്ചുകൂടി റിയലിസ്റ്റിക് ആവാം. കാരണം ആൾക്കാരിപ്പം റിയൽ എന്നുള്ള ഒരു ഫാക്ടറിന് എല്ലാത്തിനും ഭയങ്കര വാല്യൂ ആണല്ലോ, അല്ലേ? നമ്മൾ കുറച്ച് സത്യസന്ധത കാണിക്കുക, നമ്മൾ വെറുതെ എക്സാജറേഷൻ ഒഴിവാക്കുക. TV കമേഴ്ഷ്യൽസിൽ എപ്പോഴും ഭയങ്കര എക്സാജറേഷൻ കൂടുതലായിരുന്നു. ഇപ്പോൾ മൗണ്ടൻ ഡ്യൂവിൻ്റെ പരസ്യം ഒരിക്കലും നടക്കാൻ പോകാത്തതാണെന്നുള്ളത് നമുക്കറിയാം. പക്ഷേ TV കമേഴ്ഷ്യൽസ് ഭയങ്കര എക്സാജറേറ്റഡ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എക്സാജറേഷൻ കുറവാണ്. പക്ഷേ എന്നാലും അതിനകത്ത് കുറച്ച് എക്സാജറേഷൻ ഉണ്ട്, അല്ലേ? അത് കുറച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ റിയലിസ്റ്റിക് ആവാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം AI ഉള്ള കാലത്ത് റിയൽ ആയിരിക്കാനാണ് ഭയങ്കര ബുദ്ധിമുട്ട്, അല്ലേ? ഇപ്പം ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ നല്ലോണം അത്യാവശ്യം തിരക്കേടില്ലാതെ ഇംഗ്ലീഷ് സംസാരിക്കാനും അത്യാവശ്യം തിരക്കേടില്ല ഇംഗ്ലീഷ് എഴുതാനും അറിയും എന്നുള്ള വിശ്വാസമുള്ള ഒരാളാണ്. അപ്പോൾ എൻ്റെ ഒരു വളരെ ക്ലോസ് ഫ്രണ്ട് അടുത്ത് ഞാൻ പറഞ്ഞു, ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ AI ഉള്ളതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാതിരിക്കാനും പറ്റുന്നില്ല. ഉപയോഗിക്കുമ്പോൾ അയ്യോ അത് നമ്മുടെ വിവരമില്ലായ്മ ആയി മാറും. അതായത് നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യാണ്ടാവുകയാണ്. പിന്നെ നമുക്ക് എന്ത് കാര്യം ഉണ്ടല്ലോ നമ്മൾ AI. അപ്പോൾ
നമ്മൾ ബീങ് റിയൽ അല്ലേ, ബീങ് ഒറിജിനലിനൊക്കെ വാല്യൂ കൂടുന്ന കാലഘട്ടമാണ്. 2030 ഇനിയും വാല്യൂ കൂടും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭയങ്കര റിയൽ ആയിട്ടുള്ള ഇൻഫ്ലുവൻസർ രീതികൾ ഉപയോഗിക്കുക. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഇപ്പോൾ ടെക്നോളജിയിൽ മാറ്റങ്ങൾ നമുക്ക് അങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓഫ് കോഴ്സ് AI ഡ്രിവൺ ആയിരിക്കും എല്ലാം. ഇപ്പോൾ നേരത്തെ ഇൻസ്റ്റാഗ്രാമിൻ്റെ എക്സാമ്പിൾ പറഞ്ഞ പോലെ ഷോപ്പിംഗ് റീൽസ്, ഷോപ്പബിൾ കോണ്ടന്റ് എന്നൊക്കെ പറഞ്ഞ രീതികളാണ് ഇപ്പോൾ പ്രഡിക്റ്റ് ചെയ്യപ്പെടുന്നത്. പിന്നെ ബ്രിക്ക് ആൻഡ് മോട്ടാർ സ്റ്റോഴ്സും, അതേ ബ്രിക്ക് ആൻഡ് മോട്ടാർ എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ കടകൾ, അതിനും റെലവൻസ് ഉണ്ട്. കാരണം ഷോപ്പിംഗ് എക്സ്പീരിയൻസ് കൊടുക്കുന്നവരാണല്ലോ അല്ലേ. നമുക്ക് വെബ്സൈറ്റിൽ കാണുമ്പോൾ ആ കളർ കൊണ്ടും ലൈറ്റ് കൊണ്ടൊക്കെ കുറച്ച് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോഴൊക്കെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും ഒരു കടയിൽ പോയി ഷോപ്പ് ചെയ്യുന്നത് ഒരു തെറപ്പി ആയിട്ട് കാണുന്ന ആളുകളുണ്ട്. ഐ ഓൾസോ ഫെൽറ്റ് ഇറ്റ് ഇസ് തെറപ്പി, റൈറ്റ്. നമുക്കൊരു രസമല്ലേ നമ്മളൊരു കടയിൽ പോയി പർച്ചേസ് ചെയ്യും. അപ്പോൾ അതിനും റെലവൻസ് ഉണ്ട്. അപ്പം എല്ലാം നിലനിൽക്കും. ഇറ്റ് വിൽ ഓൾ കോ എക്സിസ്റ്റ്. പക്ഷേ നമ്മൾ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടി റിയൽ ആവാൻ ശ്രമിക്കുക. ബ്രാൻഡുകളും കുറച്ചുകൂടി റിയൽ ആവാൻ ശ്രമിക്കുക. എക്സാജറേഷനും വേണ്ട. നമ്മൾ റിയൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ ആയിട്ടുള്ള സ്റ്റോറികൾ കേൾക്കാൻ ആൾക്കാർക്ക് താല്പര്യം. അതുകൊണ്ടാണല്ലോ ഈ നമ്മളെ ഫൗണ്ടർ ഡ്രിവൺ മാർക്കറ്റിംഗ് സജീവമാകുന്നത്. ആര് തുടങ്ങി എന്നുള്ളതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് ഇപ്പോൾ. അപ്പോൾ അത് ആ റിയൽനെസ്സിനോടുള്ള താല്പര്യമാണ്. നമ്മളെല്ലാവരും റിയൽ ആയാൽ കുറച്ച് ബെറ്റർ ആയിരിക്കും. ഇതിപ്പോൾ അബ്ബാസ് പറഞ്ഞ പോലെ ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ടെലിവിഷൻ ആക്ടേഴ്സ് ആണെങ്കിലും ഇപ്പോൾ മുട്ടനെ എല്ലാവരും ഓൺലൈൻ സ്റ്റോറിലേക്ക് തുടങ്ങിയേക്കാണ്, ഓൺലൈൻ ക്ലോത്തിങ് ബിസിനസ്സിലേക്ക് തുടങ്ങിയത്. അവരുടെ ബ്രാൻഡ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അവർ ഈ നമ്മൾ ഇപ്പോൾ ദീപിക പതുക്കോൻ്റെ ഡ്രസ്സ് ഞാനിപ്പോൾ കണ്ടു എന്ന് വിചാരിക്കുക, അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആൾക്കാരുണ്ട്. അതായത് അത് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ടെലിവിഷൻ ആക്ടേഴ്സ് ഉണ്ട്, ടെലിവിഷൻ ഫെയിം ആയിട്ടുള്ള കുറേയധികം സെലിബ്രിറ്റീസ് ഇവിടെ ഇതിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ 2026 തുടങ്ങാത്തതായിട്ട് ഇപ്പോൾ ഞാൻ മാത്രമേ തോന്നുന്നു, ബാക്കി എല്ലാവരും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 2026 അല്ലെങ്കിൽ 2027 ഇനി ഇവിടെ ഒരു ക്ലോത്തിങ് ഓൺലൈൻ സ്റ്റോറിന് ഒരു സ്കോപ്പ് ഉണ്ടോ? അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇനി ഇവിടെ ക്ലോത്തിങ് സ്റ്റോറിന് ഉണ്ടാകാൻ പോകുന്ന ക്രൈസിസ് എന്തൊക്കെയായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്? അതല്ല, ക്ലോത്തിങ് സ്റ്റോറിന് എപ്പോഴും പ്രസക്തിയില്ലേ. കാരണം നമുക്ക് ഒരു ബേസിക് നീഡാണ്. രണ്ടാമത് ഇപ്പോൾ ഓരോ ഇവൻറ്റിന് പോകുമ്പോഴും പുതിയ ഡ്രസ്സ് ഇടാൻ നമുക്ക് സമാധാനം വരുന്നില്ല അല്ലേ. അപ്പോൾ ഞാൻ ഈ ഡ്രസ്സ് ഇട്ട് ആദ്യമായിട്ട് വരുന്നത് നിങ്ങളുടെ ഷോയിലാണ്. ഐ എം വെരി സ്പെസിഫിക്, റൈറ്റ്. ഞാൻ ഒരു പബ്ലിക് അപ്പിയറൻസിന് വരുമ്പോൾ എനിക്ക് പുതിയ ഡ്രസ്സ് വേണം. അപ്പോൾ നമുക്ക് ആവശ്യം കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് സപ്ലൈയും കൂടണം. പിന്നെ ഈ കോപ്പി അടിക്കുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കോപ്പി ഇൻസ്പിറേഷൻ ഓക്കെയാണ്. ഇത് ഡയറക്റ്റ് ഇതിൻ്റെ കോപ്പിയാണെന്ന് പറഞ്ഞ് അത് മേടിക്കുന്ന ആൾക്കാർ എന്താ ചിന്തിക്കണം എനിക്ക് മനസ്സിലാവില്ല. അത്ര വില കുറവിന് കിട്ടുകയാണെന്നുള്ളതായിരിക്കും ചിലപ്പോൾ അവരുടെ മോട്ടോ. അതായത് ദീപിക പടുക്കോൺ ഉപയോഗിക്കുന്ന വില എന്തായാലും നമുക്ക് ചെന്ന് വാങ്ങിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവർ ഈ വില കുറച്ച് ഈ സാധനം വിൽക്കുമ്പോൾ നമുക്ക് ഇതെല്ലാം എളുപ്പം വാങ്ങിക്കണം. അതായിരിക്കും ചിലപ്പോൾ ഡ്രൈവ് ചെയ്യുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. അതായിരിക്കും അടുത്തൊരു 10 മിനിറ്റ് ഡിസ്കഷൻ ആയതുകൊണ്ട് ഞാൻ ആ ക്വസ്റ്റ്യൻ അവോയ്ഡ് ചെയ്യാം. പക്ഷേ അത് ഓക്കെ. പക്ഷേ കൗണ്ടർ ഫീറ്റ്സോ ഡ്യൂപ്ലിക്കേറ്റ്സ് ലൈക്ക് ഇപ്പോൾ വാച്ചസ് അല്ലെങ്കിൽ സൺഗ്ലാസസ് അല്ലെങ്കിൽ ഷൂസ് ഒക്കെ കൗണ്ടർ ഫീറ്റ്സ് മേടിക്കുന്നത് അതൊന്നും ശരിയാണെന്നുള്ളതല്ല എൻ്റെ അഭിപ്രായം. നമുക്ക് നമ്മുടെ ആസ്പിറേഷൻ അത് കില്ല് ചെയ്യും. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഞാനിട്ട ഷർട്ടിനേക്കാൾ ബെറ്റർ ഷർട്ടാണ് അടുത്ത പ്രാവശ്യം ഇടേണ്ടതെന്നാണ് എൻ്റെ ആഗ്രഹം. അതായത് ബെറ്റർ ഷർട്ട് എന്ന് ഞാൻ പറയുമ്പോൾ ക്വാളിറ്റി ഒന്നല്ല, ക്വാളിറ്റി സ്വാഭാവികമായിട്ടും വേണം. അതിലുപരിയായിട്ട് ബെറ്റർ ഫീലുള്ള അല്ലേ, ബെറ്റർ സിഗ്നലിംഗ് വാല്യൂ ഉള്ള ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ സിഗ്നലിംഗ് വാല്യൂ ആണ് അല്ലേ. ഞാൻ എന്ത് ബ്രാൻഡ് ഉപയോഗിക്കുന്നു എന്നുള്ളത് എന്നെ സിഗ്നൽ ചെയ്യാൻ ഞാൻ ഉപയോഗിക്കുന്ന ഒരു വാല്യൂ ആണ് അല്ലേ. അപ്പോൾ ആ ഇൻഡിക്കേറ്ററാണ്. അപ്പം സിഗ്നലിംഗ് വാല്യൂ ഉള്ള ബെറ്റർ സാധനം ഇടണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതെൻ്റെ ആസ്പിറേഷൻ അല്ലേ. എന്നാൽ 10,000 രൂപയുടെ ഷർട്ടിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഞാൻ മേടിച്ച് ഉപയോഗിക്കുമ്പോൾ എൻ്റെ ആസ്പിറേഷൻ ഞാൻ തന്നെ കിളിയല്ലേ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പക്ഷേ എനിക്കൊന്ന് ക്ലോത്തിങ് ബിസിനസ്സിനകത്ത് തുടങ്ങാം. എല്ലാവരും എല്ലാം ചെയ്യുന്ന ഒരു കൂടുവണ്ടി എന്ന് പറയും നമ്മുടെ നാട്ടിലല്ലേ, പെട്ടി ഓട്ടോറിക്ഷ എന്നൊക്കെ പറഞ്ഞ പോലെ ആവാതിരിക്കാം. എന്ത് ട്രെൻഡായാലും എൻ്റെ അടുത്തുള്ളൊരു പെട്ടി ഓട്ടോറിക്ഷയാണ്, അത് എൻ്റെ അടുത്തുള്ളൊരു ഇൻസ്റ്റാഗ്രാമാണ്, എന്ത് സാധനം ഞാൻ ഇതിലൂടെ വിൽക്കും എന്നുള്ള ചിന്ത വരാതെ ഒരു നീഷ് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇതാണ് എൻ്റെ സെഗ്മെൻറ്റ്. ഈ സെഗ്മെൻറ്റിനകത്ത് ഇപ്പം ക്ലോത്തിങ്ങിൽ തന്നെയാണെങ്കിൽ കാഷ്വലാണ് എൻ്റെ സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ഫോമലാണ് എൻ്റെ സെഗ്മെൻറ്റ്. ഒരു സെഗ്മെൻറ്റ് സെലക്ട് ചെയ്യുക. ആ സെഗ്മെൻറ്റിനകത്ത് നമ്മൾ കുറച്ച് റിസർച്ച് ചെയ്യുക. എന്നിട്ട് എങ്ങനെ ഡിഫറൻസിയേഷൻ കൊണ്ടുവരാം, കുറച്ച് വ്യത്യാസമായിട്ട് നമുക്ക് എങ്ങനെ അവതരിപ്പിക്കാൻ പറ്റും, അതിന് റൈറ്റ് ആയിട്ടുള്ളൊരു വില ഇടണം, റൈറ്റ് ആയിട്ടുള്ള രീതിയിൽ അതിനെ മാർക്കറ്റ് ചെയ്യണം. നമുക്ക് സ്വാഭാവികമായിട്ടും വിജയിക്കാം. ഇതൊക്കെ ഒരുവിധം എല്ലാ ബ്രാൻഡുകളും നന്നായിട്ട് പോകുന്നുണ്ട്. എന്നാൽ വളരെ മോശമായിട്ട് പോയി അവസ്ഥകളുള്ള ആളുകളുണ്ട്. എൻ്റെ തന്നെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ ഫ്രണ്ട് ഒരു ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങണം എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ എൻ്റെ അടുത്ത് വെച്ചാൽ ഞാനൊരു കൺസൾട്ടൻ്റ് ഒന്നല്ല, സ്വാഭാവികമായിട്ടൊരു ഫ്രണ്ട് എന്ന നിലയ്ക്ക് ഞാൻ സഹായിച്ചു. അപ്പോൾ സംസാരിച്ച് 1-2 പ്രാവശ്യമൊക്കെ സംസാരിച്ചു. പിന്നീട് അതിനെക്കുറിച്ചൊന്നും കേട്ടില്ല. ഒരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവരെന്നെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവർ തുടങ്ങിയെന്ന് ഞാൻ അറിഞ്ഞു. തുടങ്ങിയവരെ എൻ്റെ അടുത്ത് പറഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നീട് തുടങ്ങി എന്ന് അറിഞ്ഞിട്ട് അവരുടെ അടുത്ത് ചോദിച്ചു എങ്ങനെ പോകുന്നു എന്നൊക്കെ ജസ്റ്റ് നമ്മൾ കാഷ്വലായിട്ട് എൻക്വയറി ചെയ്തു. അവർ കുഴപ്പമില്ലാതെ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നീട് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ അടുത്ത് ഒരുപാട് ഇൻവെൻട്രി ഇരിപ്പുണ്ട്, ഇതൊന്ന് ലിക്വിഡേറ്റ് ചെയ്യാൻ, അതായത് ഒന്ന് വിറ്റൊഴിക്കാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ അവരുടെ നമുക്ക് ഡയറക്റ്റ് മീറ്റ് ചെയ്യാം, ലൈക്ക് വിൽ ഡിസ്കസ് എന്ന് പറഞ്ഞ് മീറ്റ് ചെയ്യാൻ നോക്കിയപ്പം അവരൊരു പെർട്ടിക്കുലർ എസ് കെ എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് കീപ്പിംഗ് യൂണിറ്റ്, ഒരു പ്രൊഡക്റ്റ് 20,000 പീസാണ് അവരുടെ അടുത്തുള്ള ഇൻവെൻട്രി. അത് ബാഡ് ഇൻവെൻട്രി പ്ലാനിങ് അല്ലേ. നമ്മളൊരു പുതുതായിട്ട് ഒരു സാധനം തുടങ്ങുമ്പോൾ നമ്മൾ 10 എണ്ണം വെച്ചല്ലേ തുടങ്ങേണ്ടത്, ഇനി 100 എണ്ണം വെച്ച് തുടങ്ങാം.
1000 കൂടുതലൊക്കെ ഇത് മേടിച്ച് കൊടുന്ന് വിൽക്കാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ് എവിടെ നിന്നാണ് വരുന്നത്. എന്താ കാരണം എന്നറിയാം അതിന്? ആ സപ്ലയർ പറഞ്ഞു നിങ്ങളിത് 500 പീസ് എടുക്കുമ്പോൾ ഒരു 20 രൂപ, ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്, 20,000 പീസ് എടുക്കുമ്പോൾ 2 രൂപയ്ക്ക് തരാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ 20,000 പീസ് എടുത്ത് വെക്കണോ? അപ്പോൾ എന്താണ് യൂണിറ്റ് എക്കണോമിക്സ്? എന്താണ് യൂണിറ്റ് എക്കണോമിക്സ് എന്ന് അറിയാണ്ട് ഒരു ബിസിനസ്സിലേക്ക് കിടക്കരുത്. അപ്പോൾ കുറച്ച് പേരൊക്കെ എന്നെ ഫോളോ ചെയ്തോട്ടെ, ഞാൻ അതൊക്കെ പറഞ്ഞു കൊടുക്കാം. അതൊരു കാര്യം. രണ്ടാമത് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ റീച്ച് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വളരെ വളരെ ഓപ്പണായിട്ട് ആൾക്കാർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്ന ആളാണ്. കാരണം ബിസിനസ് ചെയ്യാൻ അറിയാത്തതിൻ്റെ പേരിലാണ് ഇവിടെ കൂടുതൽ കാശ് പോകുന്നത്. അതുപോലെ ഈ പിന്നെ ഏറ്റവും കൂടുതൽ തട്ടിപ്പിന് ഇരയാവുന്ന ആളുകളും മലയാളികളാണ്. ഈ MLM സ്കീമുകൾ അല്ലെങ്കിൽ ബിറ്റ് കോയിൻ അത് ഇതെന്നൊക്കെ പറഞ്ഞ് സ്റ്റോക്ക് മാർക്കറ്റ് അതിൽ ഇതെല്ലാം മോശമാണെന്നെല്ലാം പറഞ്ഞു. ബിറ്റ് കോയിൻ ഇസ് വെരി ലെജിറ്റിമേറ്റ്, സ്റ്റോക്ക് മാർക്കറ്റ് ഇസ് ലെജിറ്റിമേറ്റ്. പക്ഷേ അതിൻ്റെ സൈഡിലൂടെ എന്ത് ചെയ്യും? ഇല്ലീഗലായിട്ടുള്ള റൗട്ട് ഉണ്ടാക്കും, എന്നാൽ അത് വിറ്റിട്ട് കാശ് ഉണ്ടാക്കും. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇൻഫർമേഷൻ ഓവർലോഡ് ആയതിൻ്റെ പേരിൽ, ഫേക്ക് ഇൻഫർമേഷൻ കൂടുതലായതിൻ്റെ പേരിൽ നമുക്കൊക്കെ നഷ്ടങ്ങൾ സംഭവിക്കുകയാണ്. അപ്പോൾ അതില്ലാതിരിക്കുന്ന ഒരു സംവിധാനം നമ്മൾ സ്വപ്നം കാണുന്നുണ്ട് അല്ലേ? ആരുടെയും കാശ് പോകാണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഒരാളുടെയെങ്കിലും കാശ് പോവാതിരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയാൽ അതൊരു നല്ലൊരു കാര്യമാണെന്ന് വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം ക്ലോത്തിങ് ബ്രാൻഡിനും ഇവിടെ സാധ്യതകളുണ്ട്, എല്ലാ ബിസിനസ്സിനും സാധ്യതയുണ്ട്. കുറച്ച് നല്ലോണം ഒന്ന് മനസ്സിലാക്കി അത് അറിയാവുന്ന ആളുകളോടൊക്കെ ഒന്ന് സംസാരിച്ച്. വേറൊരു കാര്യം പറയാം, നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു മടി എന്താ പറയുക? ചോദിക്കാൻ മടിയാണ്. ഇപ്പോൾ ഗദ്ദാഫിക്ക് ചോദിക്കാൻ മടി ഉണ്ടാവില്ല, കാരണം ഗദ്ദാഫി ഒരു ചോദ്യം ചോദിക്കുന്ന ഒരു RJ അല്ലെങ്കിൽ ആ രൂപത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾ. സാധാരണ ലൈഫ് സ്റ്റൈലിലും ചിലപ്പോൾ ഗദ്ദാഫിക്ക് മടി ഉണ്ടാവും. ഞാനിത് എങ്ങനെ ചോദിക്കും? ആ മടി മാറാൻ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. സ്റ്റീവ് ജോബ്സ് ആണ് നമുക്കറിയാവുന്ന ഏറ്റവും വലിയ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്താണ്. അദ്ദേഹത്തിൻ്റെ ഒരു മേജർ ക്വാളിറ്റി ആയിട്ട് ആൾക്കാർ പറഞ്ഞിരുന്നത് അദ്ദേഹം ചോദിക്കുമായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് അറിയാത്ത കാര്യങ്ങൾ അദ്ദേഹം മറ്റുള്ളവരോട് ചോദിക്കും. അത് വലിപ്പ ചെറുപ്പം നോക്കാതെ ആ കാര്യം ചോദിച്ച് മനസ്സിലാക്കി ചെയ്തുകൊണ്ടാണ് അയാൾ സക്സസ് ആയി എന്നാണ് പറയുന്നത്. അപ്പം ഇപ്പോൾ സ്റ്റീവ് ജോബ്സ് അല്ലല്ലോ നമ്മളതിനേക്കാൾ സാധാരണ മനുഷ്യന്മാരല്ലേ. ഞാൻ ഉപയോഗിക്കണം, നിങ്ങൾ ഉപയോഗിക്കണം, സ്റ്റീവ് ജോബ്സ് ഉണ്ടാക്കിയ അല്ലെങ്കിൽ ആ കമ്പനിയുടെ പ്രൊഡക്റ്റ് അല്ലേ. അപ്പോൾ അയാൾക്കത് ചോദിക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ചോദിച്ചുകൂടാ? ഞാനും ചോദിക്കാൻ കുറച്ച് മടിയുള്ള ആളാണ്. പക്ഷേ ഞാൻ ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം, കേട്ടതിന് ശേഷമൊക്കെ, അദ്ദേഹത്തിൻ്റെ ആത്മകഥയൊക്കെ വായിച്ചതിന് ശേഷമൊക്കെ കുറച്ചൊക്കെ ചോദിക്കാൻ മടിയില്ല. എന്തുകൊണ്ട് ചോദിച്ചുകൂടാ? നമ്മൾ ആൾക്കാരത്ത് കാശ് കടന്നല്ലല്ലോ ചോദിക്കണേ, ഒരു അറിവ് പറഞ്ഞു തരാനാണ് ചോദിക്കുന്നത്. നിങ്ങൾ എൻ്റെ അടുത്ത് അറിവ് പറഞ്ഞു തരാൻ പറയുമ്പോൾ ആ അറിവ് നിങ്ങൾക്ക് പകർന്നു തരുന്നത് വഴി എനിക്കെന്ത് നഷ്ടമാണ് ഉണ്ടാകുന്നത്? ഒന്നുമില്ല. പിന്നെ ചില ആൾക്കാർ പറയുന്നത് ഇതൊന്നും ഇങ്ങനെ ഓപ്പണായിട്ട് പറയരുത്. ചില ആൾക്കാർ പറയും ഇതൊന്നും ഇങ്ങനെ പബ്ലിക്കായിരുന്ന എല്ലാ ഇൻഫർമേഷനും കൊടുക്കരുത്, കോമ്പറ്റീഷനായി മാറുന്നു. ഞാൻ പറഞ്ഞു കൊടുക്കാത്തതിൻ്റെ പേരിൽ കോമ്പറ്റീഷൻ ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എല്ലാ സാധനവും നമ്മുടെ ഗൂഗിളിലും അല്ലെങ്കിൽ ChatGPTയിലും ഒരു സെക്കൻഡ് കൊണ്ട് കിട്ടുന്ന കാലത്ത് നമ്മുടെ എക്സ്പീരിയൻസ് അറിയാനാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. യു ക്യാൻ ബി നോളജബിൾ ഫ്രം അതേഴ്സ് നോളജ്. അഗെയിൻ അറിയാം, യു ക്യാൻ ബി നോളജബിൾ ഫ്രം അതേഴ്സ് നോളജ് ബട്ട് യു കനോട്ട് ബി വൈസ് ഫ്രം അതേഴ്സ് വിസ്ഡം എന്ന് പറഞ്ഞേക്കാം. എൻ്റെ അടുത്തുള്ള വിസ്ഡമാണ്, നിങ്ങളത് എടുത്തോണ്ടോ എന്നുള്ള പേടിയൊന്നും എനിക്കില്ല. ഐ ആം റെഡി ടു ഷെയർ മൈ നോളജ്. ഇവിടെ മലയാളികളെ ഇപ്പോൾ ബിസിനസ് ചെയ്യാനായിട്ടുള്ള ഓൾമോസ്റ്റ് ഒരു 25 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരുടെയും ഒരാഗ്രഹം എന്ന് പറയുന്നത് ബിസിനസ് തുടങ്ങുക എന്നുള്ളതായിരിക്കും. മലയാളി എസ്പെഷ്യലി ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കാണിക്കുന്ന മണ്ടത്തരം എന്താ? ഫസ്റ്റ് മീ ടു ബ്രാൻഡ്സ്. നമ്മൾ മീ ടു എന്ന് കേട്ടിട്ടുള്ള വേറൊരു അർത്ഥത്തിലാണെങ്കിൽ പോലും മീ ടു ബ്രാൻഡ്സ് ഉണ്ട്. ഇപ്പോൾ ഗദ്ദാഫി ഒരു കാര്യം തുടങ്ങിയത് വിജയിച്ചെന്ന് ഞാനും തുടങ്ങിയേക്കാം എന്ന് പറയുന്നതല്ല. എനിക്കിത് സ്യൂട്ടബിൾ ആണോ, ഈ ഇൻഡസ്ട്രി ശരിക്കും റെലവൻ്റ് ആണോ, എന്തുകൊണ്ടാണ് ഗദ്ദാഫി വിജയിച്ചത്, ഇനി എനിക്കതിൽ വിജയിക്കാൻ പറ്റുമോ, ഞാനിതിന് പണിയെടുക്കാൻ തയ്യാറാണോ, ഇതൊക്കെ നമ്മൾ സ്വയം ചോദിച്ച് മനസ്സിലാക്കിയതിന് റെഡി ആയതിനു ശേഷം വേണ്ടേ തുടങ്ങാൻ. രണ്ടാമത്തെ ഒരു കാര്യം, എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ പോകുമ്പോൾ നേരെ പോയി ലിമിറ്റഡ് കമ്പനി തുടങ്ങുന്നത്. ലിമിറ്റഡ് കമ്പനി എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. മാനേജിങ് ഡയറക്ടറിന് ടെക്നിക്കലി എഴുതാൻ അവകാശം ഒരു ഡയറക്ടറുള്ള കമ്പനിക്കല്ലേ മാനേജിങ് ഡയറക്ടറുള്ളൂ. അപ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയാലാണ് അതിനൊരു ഗുമ്മുണ്ടാവണേ. പക്ഷേ ഈ ഗുമ്മിനൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഒരു മിനിമം വയബിൾ ലെവലിലേക്ക് എത്താത്ത ഒരു ബിസിനസ്സിനെ എന്തിനാണ് പോയി ലിമിറ്റഡ് കമ്പനി തുടങ്ങുന്നത്? ഇത് എൻ്റെ സുഹൃത്തുക്കളായ CA വരെ ഉണ്ട്. അവർ കേട്ടാൽ ചിലപ്പോൾ ഇത് പ്രശ്നമാവും. എങ്കിൽ പോലും ഞാൻ പറയാം, CA നിങ്ങളടുത്ത് ലിമിറ്റഡ് കമ്പനി തുടങ്ങാനേ പറയൂ. കാരണം അദ്ദേഹത്തിന് എല്ലാ വർഷവും 30,000-40,000 സർവീസ് ഫീസ് കിട്ടണ്ടേ. നിങ്ങളൊരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, അതായത് സ്വന്തമായിട്ട് ഒരു ചെറിയ സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞാൽ അയാൾക്ക് എല്ലാ വർഷവും ബില്ല് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ലിമിറ്റഡ് കമ്പനിയോ LLP തുടങ്ങിയാലാണ് അയാൾക്ക് ബില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവരത് പ്രൊമോട്ട് ചെയ്യും. പക്ഷെ നമ്മൾ ആസ് എ ബിസിനസ്സുകാരൻ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ പുതിയ സംഭവം തുടങ്ങണമെങ്കിൽ ഒരു ചെറിയ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് തുടങ്ങി ആവശ്യമായി വന്നാൽ 40 ലക്ഷം രൂപ സെയിൽ ഉണ്ടെങ്കിലാണ് പ്രൊഡക്റ്റ് ബിസിനസ്സിൽ GST എടുക്കേണ്ടതുള്ളൂ. 20 ലക്ഷം രൂപയുടെ സെയിൽ ഉണ്ടെങ്കിലാണ് ഒരു വർഷത്തിൽ 20 ലക്ഷം, ഒരു വർഷം ഞാൻ പറഞ്ഞ കാലണ്ടർ ഇയർ അല്ല, ഫൈനാൻഷ്യൽ ഇയർ, ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള ആ കാലയളവിൽ 20 ലക്ഷത്തിൽ കൂടുതൽ സെയിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ സർവീസ് ബിസിനസ് ആണെങ്കിൽ GST എടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ചെറിയ രീതിയിൽ തുടങ്ങി നല്ല രീതിയിൽ ഡെവലപ്പായി വന്നു. ഇനി നിങ്ങൾക്കൊരു പാർട്ട്ണറെ ആഡ് ചെയ്യണം. ആ പാർട്ട്ണറുടെ ഡിമാൻഡ് ഉണ്ട്. ലിമിറ്റഡ് കമ്പനിയാണ്. ലിമിറ്റഡ് കമ്പനി എന്തിനാണ് തുടങ്ങുന്നത്? ലയബിലിറ്റി ലിമിറ്റ് ചെയ്യാനാണ്. എവിടെയാണ് ലയബിലിറ്റി ഉണ്ടാവുന്നത്? ഒരു വലിയ രീതിയിലുള്ള എന്തെങ്കിലും മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുള്ളൊരു പ്രൊഡക്റ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ, സ്കിൻ കെയർ ഒക്കെ ആണെങ്കിൽ ലയബിലിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട്
അല്ലേ? അപ്പോൾ നമുക്ക് ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി തുടങ്ങാം. നമ്മൾ സാധാരണ ചെറിയ മീഡിയ ഹൗസൊക്കെ തുടങ്ങുമ്പോൾ എന്തിനാണ് പിന്നെ സാധാരണ ചെറിയൊരു പോഡ്കാസ്റ്റ് സ്റ്റുഡിയോ തുടങ്ങുമ്പോൾ എന്തിനാണ് ലിമിറ്റഡ് കമ്പനി? പോഡ്കാസ്റ്റ് സ്റ്റുഡിയോ സർവീസ് പ്രൊവൈഡർ ആണല്ലോ. അപ്പോൾ അതിന് എന്ത് ലയബിലിറ്റി വരാനാണ്? അപ്പോൾ അത് നമ്മളെ പേടിപ്പിച്ച ആൾക്കാരെ കൊണ്ട് മീറ്റു ബ്രാൻഡുകൾ തുടങ്ങാനുള്ള മോട്ടിവേഷൻ കൊടുക്കുക. നിങ്ങൾ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യൂ. ഡ്രോപ്പ് ഷിപ്പിംഗ് കൊണ്ടൊക്കെ വിജയിച്ച ഒരാളെ പോലും എനിക്ക് മലയാളത്തിൽ അറിയില്ല. വിജയിച്ചു എന്ന് പറഞ്ഞ് സ്ക്രീൻഷോട്ട് കാണിക്കുന്ന 10 പേരെ എനിക്ക് കാണിച്ചു തരാൻ പറ്റും. ഞാൻ അത്ര എക്സ്ട്രീമായിട്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പേര് പറയാത്തത്. വെറുതെ ഞാൻ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്ത് കോടികളുണ്ടാക്കി സിമ്പിളാണ്. നിങ്ങളുടെ GST ഫയൽഡ് റിട്ടേണും കഴിഞ്ഞ പ്രാവശ്യത്തെ ITR കാണിക്കാൻ പറഞ്ഞാൽ മതി. ഇപ്പം ഞാനാണോ ഗദ്ദാഫിയാണോ റിച്ച് എന്നുള്ളത് വെറുതെ ഇരുന്ന് സംസാരിക്കാൻ എളുപ്പമാണ് അല്ലേ? വളരെ സിമ്പിളാണ്. ഗദ്ദാഫിൻ്റെ ITR റിപ്പോർട്ട് കാണിക്കുന്നു, ഞാൻ ITR റിപ്പോർട്ട് കാണിക്കുന്നു, ഡിസ്കഷൻ ഓവർ. ആരാണ് കൂടുതൽ ഫയൽ ചെയ്ത് അയാളല്ലേ റിച്ച് ടെക്നിക്കലി അല്ലേ? അല്ലെങ്കിൽ ഞാനാണ് ഗദ്ദാഫിയുടെ ഏറ്റവും വലിയ ഇടിക്കാരൻ എന്നൊരു ഡൗട്ട് വന്നാൽ പരസ്പരം ഇടിച്ചു കഴിഞ്ഞാൽ അറിയാലോ. വെറുതെ ഇരുന്ന് വീമ്പളക്കണ പോലെയല്ല ഇതും. ഇപ്പം ഈ മറ്റേ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്ത് ഞാൻ കോടീശ്വരനായി എന്ന് പറഞ്ഞ ആൾ എന്ത് ചെയ്താൽ മതി? ഞാൻ ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ സ്ക്രീൻഷോട്ട് കാണിച്ചിട്ട് കാര്യമില്ല. സ്ക്രീൻഷോട്ട് ഉണ്ടാക്കാൻ എന്താ പണി? AI ഉള്ള കാലത്ത്, AI ഇല്ലാത്ത കാലത്തും സ്ക്രീൻഷോട്ട് ഉണ്ടാക്കാൻ പണിയൊന്നുമില്ല. പകരം നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു പ്രോപ്പറായിട്ടുള്ള നിങ്ങളുടെ ITR കാണിക്കൂ, ഇൻകം ടാക്സ് റിട്ടേൺ കാണിക്കൂ, അല്ലെങ്കിൽ നിങ്ങളുടെ GST ഫയൽ ചെയ്യുമല്ലോ, എല്ലാ മാസവും GST ഫയൽ ചെയ്യണ്ടേ, അത് കാണിക്കും. എന്നിട്ട് പറയും നിങ്ങൾ നാട്ടിൽ ഈ പാവപ്പെട്ട പിള്ളേരിനൊക്കെ ഇതിലേക്ക് കൊണ്ടുവരും. ഇപ്പോൾ ഈ +1 +2 കഴിഞ്ഞ് പിള്ളേർക്ക് മുതലേ ബിസിനസ് തുടങ്ങാനാണ് ആഗ്രഹം. അപ്പോൾ അവരുടെ അടുത്ത് നിങ്ങൾ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യൂ, ഇത് ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞ് അതിലേക്ക് കൊണ്ടുവരുന്ന, അത് കേട്ട് അതിലേക്ക് കാശ് കളയുന്ന കുറേ വിഭാഗം ആളുകളുണ്ട്. അപ്പോൾ ഇത് ചെയ്യുന്ന ആൾക്കാർ ഇത് മതിയാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് ഇതിലേക്ക് മോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാർ വളരെ 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 ശ്രദ്ധയോടെ അപ്രോച്ച് ചെയ്യേണ്ട ഒരു പരിപാടിയാണ് ബിസിനസ് ഈസ് നെവർ ഈസി എന്നുള്ളതാണ് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. അതൊരിക്കലും മാറില്ല. 4 വർഷം കോളേജിലും 10 വർഷം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കിടന്നിട്ടുള്ള ആളെന്ന നിലയ്ക്ക് പറയാണ്, ബിസിനസ് ഈസ് നെവർ ഈസി. ബിസിനസ് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് പ്രോസസ്സാണ്. അത് അത്രയും താല്പര്യമുള്ള ആൾക്കാർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അത്രയും കുറച്ച് ആൾക്കാർ മാത്രം ബിസിനസ് ചെയ്യുന്നതും ബാക്കി എല്ലാവരും അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതും. എല്ലാവരും ബിസിനസ് ചെയ്യുമെന്ന് പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാർ അവരെന്തെങ്കിലും കോഴ്സ് വിൽക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വേറെ ബെനിഫിറ്റ് ഉണ്ടാവും. അതാണ് ഒരു യാഥാർത്ഥ്യം. ഓക്കെ. ഈ നമ്മളിപ്പോൾ ബ്രാൻഡുകളായിട്ട് അസോസിയേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ചിലപ്പോൾ ഒരു ബ്രാൻഡ് അംബാസിഡറായിട്ട് അല്ലെങ്കിൽ നമ്മൾ ബ്രാൻഡ് എൻഡോഴ്സ്മെൻറ്റ് എടുക്കുകയോ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ഗൈഡ് ലൈൻസ് ഉണ്ടാവും. അതായത് ഇൻസ്റ്റാഗ്രാമിൽ നമ്മളെ പോർട്രേ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മളുടെ പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫീച്ചർ ചെയ്യുമ്പോഴൊക്കെ ചില റെസ്ട്രിക്ഷൻസ് ബ്രാൻഡുകൾ പറയുമോ? തീർച്ചയായിട്ടും പറയും. കാരണം വെച്ചാൽ ഫിൽറ്റേർഡ് ഇമേജ് അല്ലേ നമ്മൾ പുറത്ത് കാണിക്കണം. ഇൻസ്റ്റഗ്രാം എന്ന് പറഞ്ഞ സാധനത്തിൽ ഫിൽറ്ററുകളാണല്ലോ ഉള്ളത്. നമ്മളെല്ലാവരും ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് ഫിൽറ്റർ ഇട്ടാണല്ലോ പോസ്റ്റ് ചെയ്യുന്നത്. 99% ആൾക്കാർ അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ മുഴുവൻ ക്യാരക്ടർ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കാണിക്കുമോ? മേ ബി DM-ൽ കാണിക്കുമായിരിക്കും. അതാണ് കുറേ പേര് ഇപ്പോൾ അറസ്റ്റ് ആയത്. അതല്ലാതെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ പബ്ലിക് പോസ്റ്റുകൾ കാണിക്കുന്നത് ഫിൽറ്റേർഡ് ഇമേജാണ്. അപ്പോൾ നമ്മളുടെ പേഴ്സണ എന്താണ് അല്ലേ, ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ പേഴ്സണ എന്താണ്, അതിനെ ബാധിക്കുന്ന ഒരു കാര്യം ചെയ്യും ചെയ്യില്ല. അപ്പോൾ ആ കാര്യം ചെയ്യാതിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അതിപ്പം സിനിമയിലാണെങ്കിലും അങ്ങനെയില്ലേ, നമ്മൾ സിനിമയിലാണെങ്കിലും എന്ത് ലൈഫ് സ്റ്റൈലാണ് എന്ത് ബിസിനസ് ആണെങ്കിലും നമുക്ക് സാധാരണക്കാർ അല്ലെങ്കിൽ നമ്മുടെ ഓഡിയൻസിന് ഇഷ്ടപ്പെടാത്തൊരു സാധനം നമ്മൾ കാണിക്കില്ലല്ലോ. അപ്പോൾ ബ്രാൻഡും ആ കണ്ടീഷൻ വെക്കും, ഇത്തരത്തിലുള്ള കാര്യം ചെയ്യാൻ പാടില്ല. ഈ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സിലൊക്കെ അവർ റെസ്ട്രിക്ഷൻസ് വയ്ക്കാൻ ചാൻസ് ഉണ്ട്. പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരുതരം മൂല്യമാണ്. എനിക്കൊരു പൊളിറ്റിക്സ് ഇല്ലാത്തൊരു മനുഷ്യനാണ്, പക്ഷേ എനിക്ക് കൃത്യമായ ഒരു അഭിപ്രായമുണ്ട്. തുടർ ഭരണം ശരിയല്ല. ഞാൻ ഇന്നത് പറഞ്ഞത് നിങ്ങൾ പോസ്റ്റ് ചെയ്താൽ അതിനകത്ത് 2 അഭിപ്രായം കൃത്യമായിട്ടുണ്ടാവും കോമൻസിൽ ഇല്ലേ. അപ്പോൾ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സിലേക്ക് പോവാതിരിക്കുകയാണ് കുറച്ച് ഫെയിമുള്ള ആൾക്കാർക്ക് നല്ലത്. എനിക്ക് ഫെയിം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞത്. ഭയങ്കര ഫെയിമിൽ നിൽക്കുന്ന സമയത്ത് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റിൽ പൊളിറ്റിക്കൽ വേദിയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അൺലെസ് നിങ്ങൾ ശരിക്കും അതിൻ്റെ ആളാണെങ്കിൽ ശരിക്കും അതിൻ്റെ ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അല്ലേ. ഏത് പാർട്ടിയിലും ജോയിൻ ചെയ്യാം, ഏത് പാർട്ടി പരിപാടിക്കും പങ്കെടുക്കും. നിങ്ങൾ അതിൻ്റെ ആളല്ല, അതിൻ്റെ വക്താവല്ലെങ്കിൽ വെറുതെ രസത്തിനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയാതിരിക്കുകയാണ് നല്ലത്. അത് നിങ്ങളുടെ ബ്രാൻഡ് എൻഡോഴ്സ്മെൻറ്റ് കിട്ടാതിരിക്കാനൊക്കെ കാരണമാവും. ബ്രാൻഡ് എൻഡോഴ്സ്മെൻറ്റ് കിട്ടാൻ എന്ത് ചെയ്യണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രാൻഡ് എൻഡോഴ്സ്മെൻറ്റ് കിട്ടാൻ എന്താ ചെയ്യണം? ബ്രാൻഡ് എൻഡോഴ്സ്മെൻറ്റ് കിട്ടാൻ ചെയ്യേണ്ടത് നിങ്ങൾ ഏത് നീഷിലാണോ എന്നുള്ളത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. നിങ്ങൾ എന്താണോ ചെയ്യാൻ പോകുന്നത്, ഫാഷൻ ആൻഡ് ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ട് ബ്രാൻഡ് എൻഡോഴ്സ്മെൻ്റ് ആണ് ഏറ്റവും കൂടുതൽ കിട്ടണം അല്ലേ. സോപ്പ്, ജീപ്പ്, കണ്ണാടിയാണ് ഏറ്റവും കൂടുതൽ തരുന്നത് നമുക്ക് അല്ലേ. അത് തരണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നല്ല റീലുകൾ ചെയ്യണം. ഡേ ഇൻ മൈ ലൈഫ് ചെയ്യേണ്ടി വരും. ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യേണ്ടി വരും. ഗെറ്റ് റെഡി വിത്ത് മീലല്ലേ എംബഡഡ് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ഗെറ്റ് റെഡി ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഇടയിൽ കൂടെയാണ് നിങ്ങളൊരു സ്പ്രേ എടുത്ത് അടിക്കണേ, പെർഫ്യൂം ഒന്ന് അടിക്കണേ, അല്ലെങ്കിൽ അതിലാണ് നിങ്ങൾ ഫേസ് വാഷിനെ കാണിക്കണേ. ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞാൽ എംബഡഡ് മാർക്കറ്റിങ്ങിൻ്റെ കാലമാണ്. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് സിനിമയിലൊക്കെ എംബഡഡ് മാർക്കറ്റിംഗ് ഉണ്ട്. ഒരു സിനിമയിൽ ഒരാൾ ഫുഡ് ഓർഡർ ചെയ്യുന്നത് കാണിക്കില്ല, പക്ഷെ പെട്ടെന്നൊരു ഡെലിവറി ബോയ് വരുന്നത് കാണിക്കും. അതിൻ്റെ ആ ഡെലിവറിയുടെ ബോയുടെ പേര് കൃത്യമായിട്ട് സൊമാറ്റോ എന്നാണ് എഴുതിയിരിക്കുന്നത്.
ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് പെയ്ഡാണ്. പെയ്ഡാണ്. സിപാറ്റോ എന്നൊക്കെ പറഞ്ഞ് എഴുതും. എന്തിനാ വെച്ചാൽ അവരെ പെയ്ഡ് അല്ലാത്ത സാഹചര്യങ്ങൾ. അപ്പോൾ അത് എംബഡഡ് മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ അത്തരത്തിലാണ് എംബഡഡ് മാർക്കറ്റിംഗ് തന്നെയാണ് ഇൻഫ്ലുവൻസേഴ്സിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ എൻഡോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ വാച്ചസ് എൻഡോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ, നിങ്ങൾ വാച്ചസിനെ കുറിച്ച് സംസാരിക്കും. നിങ്ങൾ പെർഫ്യൂംസ് എൻഡോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ, നിങ്ങൾ 1-2 പെർഫ്യൂമായി ബന്ധപ്പെട്ട് റീലിടൂ, ജനറൽ റീലിടൂ. അപ്പോൾ നിങ്ങൾക്ക് എൻഡോഴ്സ്മെൻറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഞാൻ എന്താണോ പ്രതിനിധാനം ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട ബ്രാൻഡുകൾ എനിക്ക് വരും, നിങ്ങൾക്കും വരും. ഞാൻ ഇൻഫ്ലുവൻസർ അല്ല, ഞാനുള്ളൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. അപ്പം നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അതുമായി ബന്ധപ്പെട്ട കോണ്ടന്റ് ചെയ്യും, അപ്പോൾ വരും. നമ്മുടെ ക്രാഫ്റ്റ് മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന വരില്ല. മനസ്സിലായി. അതാണ് എൻ്റെ കഥ. അതിപ്പോൾ നമ്മൾ ചില സിനിമയിലൊക്കെ നായകൻ സഞ്ചരിച്ചിരുന്നത് ഇന്ന കാറിലായിരുന്നു, ഇന്ന കാറിൽ സഞ്ചരിക്കുന്ന സമയത്താണ് തട്ടിക്കൊണ്ട് പോയതെന്നൊക്കെ എസ്പെഷ്യലി ഇങ്ങനെ ചില സ്ട്രെസ് ചെയ്ത് പറയുമല്ലോ. അതൊക്കെ ഈ പറഞ്ഞ പോലെ അപ്പോൾ ആ കാർ കമ്പനിയായിട്ട് എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള ടൈപ്സോ അല്ലെങ്കിൽ ബ്രാൻഡ് പ്രൊമോഷന് വേണ്ടിയിട്ട് അപ്പോൾ ഒരു കാശ് വാങ്ങിക്കുന്നൊക്കെ ഉണ്ടാവും. എല്ലാത്തിനകത്തും ഉണ്ടാവില്ല, പക്ഷെ തട്ടിക്കൊണ്ടുപോകാൻ ഇന്ന കാറുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് ബ്രാൻഡുകൾ വാശി പിടിക്കാറുണ്ട്. ആണോ? അതായത് ഒരു നെഗറ്റീവ് എലമെന്റ് ഉള്ളപ്പോൾ ഇന്ന ബ്രാൻഡുകൾ ഉപയോഗിക്കരുതെന്ന് വാശി പിടിക്കുന്ന കമ്പനികളുണ്ട്. എല്ലാ കമ്പനികളല്ല, പേര് പറയുന്നില്ല, അങ്ങനെയുള്ള കമ്പനികളുണ്ട്. അത് പ്രശ്നമാണല്ലോ, അവരുടെ ഇമേജിനെ ഹാമ്പർ ചെയ്യുന്ന അല്ലേ. എന്നെ കുറിച്ച് മോശം പറയുന്നത് എനിക്ക് ഇഷ്ടമുണ്ടാവോ? ഗദ്ദാഫിനെ കുറിച്ച് മോശം പറഞ്ഞ ഗദ്ദാഫിക്ക് ഇഷ്ടമാണല്ലോ. അപ്പോൾ പ്രത്യേകിച്ച് ഒരു കൊമേഴ്ഷ്യൽ ആവശ്യത്തിന് അല്ലേ, ഒരു കമേഴ്ഷ്യൽ ആവശ്യത്തിന് അത് ഉപയോഗിക്കുമ്പോൾ പറ്റില്ല എന്ന് നിങ്ങൾക്ക് പറയാമല്ലോ. ഇറ്റ്സ് യുവർ ബ്രാൻഡ് ഐഡന്റിറ്റി, ഇറ്റ്സ് യുവർ ബ്രാൻഡ് വാല്യൂ, ഇറ്റ്സ് യുവർ ബ്രാൻഡ് ഇക്വിറ്റി. നിങ്ങൾ എന്താണോ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നത് അതിനെ ഹാമ്പർ ചെയ്യുന്നൊന്നും സമ്മതിക്കാറില്ല. പ്ലസ് പറയുന്നുണ്ടെങ്കിൽ അതിന് സാധ്യത രണ്ടുമുണ്ട്. ചിലപ്പോൾ അവരെ ലൈഫ് സ്റ്റൈൽ കാണിക്കാൻ വേണ്ടി, ഇപ്പം നല്ല റിച്ച് ആയിട്ടുള്ളൊരു നായകനെ കാണിക്കാൻ വേണ്ടി ഒരു 2 മെഴ്സഡീസും ഒരു ജി വാഗണൊക്കെ കൊണ്ട് നിർത്തുന്നത് അത് എൻഡോഴ്സ്മെൻ്റ് ഒന്നും ആവണം നിർബന്ധമില്ല. പ്രത്യേകിച്ച് മലയാള സിനിമയിലൊക്കെ ജർമ്മൻ കാർസ് എൻഡോഴ്സ് ചെയ്യാനുള്ള സാധ്യത ഭയങ്കര കുറവാണ്. പക്ഷേ ചില സാധനങ്ങൾ എൻഡോഴ്സ്മെൻ്റ് ആവാം. പുതിയൊരു കാറ് ചിലപ്പോൾ കാണിക്കുന്നത് ആവാം. അത് ആണോ എന്ന് മനസ്സിലാവണില്ല. അതുകൊണ്ടാണ് എംബഡഡ് മാർക്കറ്റിംഗ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ സൊമാറ്റോ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലല്ലോ അത് ഒരു പരസ്യമാണെന്ന്. അപ്പോൾ അതാണ് പുതിയ ഗോയിങ് ഫോർവേഡ്, അതാണ് വേ. ആളുകളുമായിട്ട് ഞാൻ പറയുന്നത് റിയൽ ആവുക. എനിക്ക് വെറുതെ ഫുഡ് ഓർഡർ ചെയ്തേക്കാം, നമ്മളൊരു വെറുതെ ഒരു സീൻ എഴുതി ചേർക്കാൻ പാടില്ല. കുറേ ഫ്രണ്ട്സ് കൂടി ഇരിക്കുന്നു, അവിടെ ഒരു അപകടം സംഭവിക്കാൻ പോകുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രീ ടെക്സ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു മുൻകൂട്ടിയായിട്ട് അല്ലെങ്കിൽ മുൻകൂട്ടി കാണിക്കാൻ വേണ്ടി കുറേ ഫ്രണ്ട്സിന് കൂടിയിരിക്കുന്നു, അവിടെ ഒരു സംഭവം സംഭവിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഒരു പരസ്യം അതിൽ മറ്റേ എന്താ പറയുക എംബഡ് ചെയ്യാൻ വേണ്ടി എന്നാൽ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്താലോ എന്ന് ചോദിച്ചാൽ അത് ഏച്ചൂട്ടിയത് പോലെ ഇരിക്കും. ഏറ്റവും നന്നായിട്ട് എംബഡ് മാർക്കറ്റിംഗ് ചെയ്യുന്ന കരിക്ക് എന്ന് പറഞ്ഞ ടീമാണ്, കണ്ടിട്ടില്ലേ? അവരതിൻ്റെ എൻഡോഴ്സ്മെന്റ് ഫീ കേട്ടാൽ നമ്മൾ തലറിയിപ്പോവും. അത്രയും വലിയ എമൗണ്ട് അവർ ചാർജ് ചെയ്യണം. അതിൻ്റെ റിസൾട്ട് ഉണ്ട്. അവർ വളരെ നാച്ചുറലി അതിലൊക്കെ എൻഡോഴ്സ് ചെയ്ത് പോകും. അപ്പോൾ അത്തരം സാധനത്തിന് ഇമ്പാക്റ്റ് കൂടുതലാണ്. പിന്നെ അവരും ചെക്ക് ചെയ്യുന്നുണ്ടാവും ഇത് റിയൽ ആണോ പ്രോപ്പർ ആണോ. എല്ലാം നമുക്ക് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്താനൊന്നും പറ്റില്ല. തണ്ണിമത്തനാണെങ്കിൽ ഒരു കഷ്ണം കട്ട് ചെയ്ത് നോക്കിയിട്ട് മേടിക്കാം, ബാക്കി എല്ലാ സാധനങ്ങളും അങ്ങനെ മേടിക്കാൻ പറ്റില്ലല്ലോ. സോ ഓഫ് കോഴ്സ് അപ്പം എല്ലാത്തിലും പറ്റില്ല. പക്ഷെ ആ ക്രെഡിബിലിറ്റി ഒക്കെ ഉള്ള ബ്രാൻഡുകളൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലത് നിങ്ങൾ എൻഡോഴ്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നല്ലതാണ്. ഇനി അവസാനമായിട്ടേ നമ്മൾ ഈ സെലിബ്രിറ്റി എൻഡോഴ്സ്മെന്റ്, സെലിബ്രിറ്റി ടൈപ്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെറിയൊരു റാപ്പിഡ് ഫയർ റൗണ്ടിലേക്ക് എളുപ്പം പോകാമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിനാണെങ്കിൽ അതിൽ കറക്റ്റായിട്ട് മറുപടി പറയാനും പറ്റും. നോക്കാം. എല്ലാ ബ്രാൻഡിനും ഒരുപോലെ ആപ്റ്റായിട്ടുള്ള ഒരു സെലിബ്രിറ്റിയുടെ പേര് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ പേരാണ് പറയാം? ഒരു നാഷണൽ ലെവൽ, അതുപോലെ തന്നെ ഇവിടെ ബോളിവുഡിൽ എനിക്കാണ് ഷാറുഖ് ഖാൻ. പാൻ മസാല മുതൽ ലക്ഷറി വാച്ച് വരെ ചെയ്യുന്ന ഒരാളാണ്. താഴെ വന്ന മോഹൻലാൽ ഒരു സമയത്ത് സ്വർണം വാങ്ങുമെന്ന് പറഞ്ഞ് മലബാർ ഗോൾഡിന്റെ പരസ്യത്തിലും സ്വർണം പണയം വെക്കുമെന്നുണ്ട് മറ്റൊരു പരസ്യത്തിലും വന്നപ്പോഴും നമുക്കൊരു പ്രശ്നം തോന്നിയിട്ടില്ല. അപ്പോൾ എനിക്ക് കേരളത്തിലാണെങ്കിൽ മോഹൻലാലേട്ടൻ. ഓക്കെ, ഒരു ബ്രാൻഡിനെ അവരുടെ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു സെലിബ്രിറ്റി ഫേസ് ചൂസ് ചെയ്ത ഒരു ഈ അടുത്ത കാലത്ത് കണ്ടൊരു ബ്രാൻഡ് അംബാസിഡറോ ഒരു ബ്രാൻഡ് എൻഡോഴ്സ്മെന്റോ പറയാൻ പറഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഏതാ? അടുത്ത കാലത്തല്ല, പക്ഷേ പൃഥ്വിരാജിൻ്റെ അസറ്റ് ഹോംസ് അതെനിക്ക് ഭയങ്കര പെർഫെക്റ്റ് കോമ്പിനേഷൻ ആയിട്ട് തോന്നിയിട്ടുണ്ട്. പൃഥ്വിരാജ് അസറ്റ് ഹോംസ് എന്ന് പറയുമ്പോൾ രണ്ടും ഭയങ്കര സോളിഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ദുൽഖർ സൽമാൻ്റെ അൾട്രാ വയലറ്റ് അത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ബ്രാൻഡ് എൻഡോഴ്സ്മെന്റ് അല്ല, ഒരു സ്റ്റേക്ക് ഹോൾഡർഷിപ്പാണ്. എങ്കിൽ പോലും അതും നന്നായി തോന്നിയിട്ടുണ്ട് എനിക്ക്. ഓക്കെ, ഇനി ഏറ്റവും കൂടുതൽ ഓവർ യൂസ് ചെയ്തൊരു സെലിബ്രിറ്റി ഫിഗർ പറയാൻ പറഞ്ഞാൽ ഏതാ പറയാ ബ്രാൻഡുകൾക്ക് വേണ്ടി? നാഷണൽ ലെവലിൽ രൺവീർ സിംഗിന് ഏതൊക്കെ പരസ്യത്തിലാണ് വരുന്നത് നമുക്കറിയില്ല. കോണ്ടം മുതൽ പ്രോട്ടീൻ ബാർ വരെ ഉണ്ട്. പ്രോട്ടീൻ ബാർ ഇത് പറഞ്ഞപ്പോൾ സൂപ്പർ യു എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് സ്വന്തമായിട്ടൊരു ഇൻവെസ്റ്റഡ് സ്റ്റാർട്ടപ്പ് ഉണ്ട്. ഞാൻ നേരത്തെ പറയുമ്പോൾ വിട്ടുപോയൊരു എക്സാമ്പിളാണത്. അപ്പം രൺവീർ സിംഗ് ഏതൊക്കെ ബ്രാൻഡ് എൻഡോഴ്സ് ചെയ്യണമെന്ന് നമുക്കറിയില്ല. എല്ലായിടത്തും കാണുന്ന ഒരാളായിട്ട് തോന്നിയിട്ടുണ്ട്. സൗത്തിൽ, കേരളത്തിൽ സ്പെഷ്യലി എനിക്ക് തോന്നുന്നു ദുൽഖർ സൽമാൻ ചില സമയത്ത് ഓവർ എക്സ്പോസ്ഡ് ആണോ എന്ന് തോന്നാറുണ്ട്. ഇപ്പം തീരെ ഭയങ്കര മിസ്ഫിറ്റായിട്ട് തോന്നിയിട്ടുണ്ട് ചില പരസ്യങ്ങൾ. ഇപ്പം പുൽക്കിത്ത് TMT എന്ന് പറഞ്ഞൊരു ബ്രാൻഡ്, അതിൻ്റെ അംബാസഡർ ദുൽഖർ സൽമാൻ്റെ ഫോട്ടോ വെച്ചിട്ട് KSRTC ബസ്സിൻ്റെ പുറകിൽ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇമേജിനെ ഹാമ്പർ ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
ഒന്ന് KSRTC ബസ് ആസ് എ മീഡിയം. അദ്ദേഹം ഒരു എലീറ്റ് ക്ലാസ് ഒരു പ്രൊപ്പോസിഷൻ കൊണ്ടുവരുന്ന ഒരാളാണ്. അപ്പം KSRTC ബസ് മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ അതിൻ്റെ ബാക്കിൽ വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ, അതും ഒരു TMT കമ്പി അല്ലെങ്കിൽ TMT സാധന സ്റ്റീൽ ബാർസ് എന്നൊക്കെ പറയുമ്പോൾ അതൊരു നൈസായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മറ്റേ സരോജ് കുമാർ മറ്റേ പൊറോട്ടൊക്കെ ചടന്ന അടുത്തൊരു 10 വർഷത്തേക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സെലിബ്രിറ്റി ഫിഗർ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആരായിരിക്കും പറയാ? സൗത്തിൽ പൃഥ്വിരാജ്, ദുൽഖർ സൽമാൻ, ടൊവിനോ, ആസിഫ്, കുറച്ചിങ്ങനെ ഒരു സീസൺഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഇല്ലേ, കുറച്ച് കാലമായിട്ട് ഈ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെന്താണെന്ന് മലയാളികൾക്ക് മൊത്തത്തിൽ മനസ്സിലായി. അങ്ങനത്തെ ഒരു സ്റ്റേബിൾ ഇമേജ് ഉള്ള ആളുകൾ ആയിരിക്കും അത് സ്യൂട്ടബിൾ ആവാന്ന് എനിക്ക് തോന്നുന്നു. ആണല്ലേ? ഓക്കെ. ഇനി ഈ അടുത്ത് കണ്ടതിൽ വെച്ചിട്ട് ഒരു എൻഡോഴ്സ്മെന്റ് ടോട്ടലി മിസ്മാച്ച്ഡ് ആയിരുന്നു എന്ന് തോന്നിയതെങ്കിലും ഉണ്ടോ? ദുൽഖർ സൽമാൻ TMT ഞാൻ പറഞ്ഞില്ലേ, അത് വളരെ മിസ്ഫിറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഓക്കെ. ഇനി ഒരു ഫിനാൻഷ്യൽ ഓർ ഇൻവെസ്റ്റ്മെന്റ് ആഡ്സിനെ പറ്റിയ ഒരു സെലിബ്രിറ്റി ഫിഗറിനെ പറഞ്ഞ ആരാ പറയാ? എനിക്കൊരു മമ്മൂട്ടി വിൽ ബി പെർഫെക്റ്റ്. കാരണം സൗത്ത് ഇന്ത്യൻ ബാങ്കാന്ന് തോന്നുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു പരസ്യം ഉണ്ടായിരുന്നു, കുതിരയൊക്കെ വരുന്നൊരു, അത് ഭയങ്കര അടിപൊളിയായിരുന്നു. ഒന്നാമത് അദ്ദേഹത്തിന് ഒരു ഡാസിറ്റി ഉള്ള മനുഷ്യനാണ് അല്ലേ, ഭയങ്കര കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് ഒരു അഡ്വൈസ് കൊടുക്കാൻ പറ്റും, കഴിവുണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുക. ഭയങ്കര സോളിഡ് ആയിട്ടുള്ള അഡ്വൈസ് ഒക്കെ തരാൻ പറ്റുന്ന ആൾക്കാരായിരിക്കും. ഫൈനാൻഷ്യലി ഇതിനകത്ത് പറ്റുമായിരിക്കും, അദ്ദേഹം പറ്റുമായിരിക്കും. പിന്നെ ഫഹദ് ഫാസിലും പറ്റും. ഫഹദ് ഫാസിലിന് നമുക്കറിയാവുന്ന ആൾ ആവശ്യമില്ലാത്ത ഒന്നിലേക്കും കടക്കുന്ന ഒരാളല്ല, ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള ഒരു ഇമേജ് ഉള്ള സ്റ്റേറ്റ്മെൻ്റ് ഉള്ള ഒരാളാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഫഹദ് ഫാസിൽ ഓൾസോ ബി സ്യൂട്ടബിൾ. ഓക്കെ. ഇനി ഭയങ്കര ലക്ഷറി ബ്രാൻഡിനൊക്കെ പറ്റിയ ഒരു ഫിഗർ ഇവിടെ നിന്നും നാഷണൽ ലെവലിൽ നിന്നും പറയാൻ പറഞ്ഞ ആരുടെയൊക്കെ പേര് പറയും? ബോളിവുഡിൽ ഷാറുഖ് ഖാൻ, നോ ഡൗട്ട്. അദ്ദേഹത്തിൻ്റെ ഒരു എലീറ്റ് സ്വഭാവം അതിന് സ്യൂട്ടബിൾ ആണ്. സൗത്തിൽ മമ്മൂട്ടി ഈസ് ഗുഡ്, ദുൽഖർ സൽമാൻ ഇസ് എ പെർഫെക്റ്റ് ഫിറ്റ്, ഈവൻ പൃഥ്വിരാജ് ഫോർ ദാറ്റ് മാറ്റർ. കാരണം ഈ ലക്ഷറി എന്ന് പറയുമ്പോൾ എപ്പോഴും സൗണ്ട് ആയിരിക്കില്ല, ഭയങ്കര ഒച്ചപ്പാടുണ്ടായിരിക്കില്ല, കുറച്ച് സൈലൻ്റായി കാര്യത്തിന് മാത്രം സംസാരിക്കുന്ന വളരെ കൃത്യമായിട്ടുള്ള ആൾക്കാരായിരിക്കും. മമ്മൂട്ടി ഒരു അഹങ്കാരിയാണെന്നുള്ള അഭിപ്രായമാണ് ജനങ്ങൾക്കുള്ളത്. അതുപോലെ അതേ അഭിപ്രായം പൃഥ്വിരാജിനെ കുറിച്ചുണ്ട്. അങ്ങനെയുള്ളൊരു ഇമേജുള്ള ആളുകളാണ് എപ്പോഴും ലക്ഷറി ബ്രാൻഡിന് സ്യൂട്ടബിൾ ആവാന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചാലും അറിയാം അങ്ങനത്തെ എൻഡോഴ്സ്മെൻറ്റ്സ് ആണ് നടക്കാറ്. ഓക്കെ. അതുപോലെ സെലിബ്രിറ്റി ഹൂ സ്യൂട്ട്സ് ഫാമിലി ഓർ ഹൗസ് ഹോൾഡ് ഐറ്റംസിനൊക്കെയാണ്, ഒരു ഫാമിലി ബ്രാൻഡിനൊക്കെയാണെന്നുണ്ടെങ്കിൽ ആപ്റ്റ് ആവുന്ന ഫിഗർ ആരുടെ ആയിരിക്കും? ലാലേട്ടൻ എല്ലാത്തിനും പറ്റുന്ന ഒരാളാണ്, മോഹൻലാൽ. അതുപോലെ എനിക്ക് തോന്നുന്നു പുതിയ ജനറേഷനിൽ, കമ്പാരിറ്റീവ്ലി പുതിയ ജനറേഷനിൽ നിവിൻ പോളി ഈസ് എ വെരി ഗുഡ് ഫിറ്റ്. ഒരു നെയ്ബർഹുഡ് ഫീൽ തരുന്ന ഒരാളാണ് നിവിൻ പോളി. നിവിൻ പോളി ഒരു FMCG ബ്രാൻഡൊക്കെ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല രസമായിരിക്കും കാണാൻ. ആസിഫ് അലി ഈസ് ഓൾസോ വെരി ഗുഡ് ഫിറ്റ്. ആസിഫ് അലിക്കും ആ ഒരു ഹൗസ് ഹോൾഡ് ഫീലിംഗ് ഇപ്പം ഉണ്ട്. ഓക്കെ. എത്രയും പെട്ടെന്ന് ഒരു ബ്രാൻഡ് തുടങ്ങണമെന്ന് തോന്നിയിട്ടുള്ളൊരു സെലിബ്രിറ്റി ഫിഗർ ഉണ്ടെങ്കിൽ ആരായിരിക്കും? അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷേ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, ടൊവിനോ തോമസ് ഒരു ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യത്തിലേക്ക് വന്നാൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇപ്പോൾ രൺബീർ കപൂർ ആക്സ് എന്ന് പറഞ്ഞ് തുടങ്ങിയത് പോലെ ദുൽഖർ സൽമാൻ വേണമെങ്കിൽ സ്വന്തമായിട്ട് ഒരു ലൈഫ് സ്റ്റൈൽ ബ്രാൻഡ് തുടങ്ങാം. ഓട്ടോയും ദുൽഖർ സൽമാനും അത്യാവശ്യം മിസ്മാച്ച് ആയി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഈ റീൽസിൽ സ്പോട്ട് ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, ഇന്ന സെലിബ്രിറ്റി ഇന്നത് ഇട്ടു സ്പോട്ട് ചെയ്ത് ഇവർ കണക്റ്റ് ആവാത്ത പോലെ തോന്നുന്നു നമുക്ക്. ഓട്ടോ എന്ന് പറഞ്ഞ ഒരു തമിഴ്നാട് ഇൻഫ്ലുവൻസ് ഉള്ള ഒരു പോത്തീസ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഹൗസിൻ്റെ ഒരു ബ്രാൻഡാണ്. അപ്പോൾ അതിന് കേരളത്തിൽ അത്ര ഫാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പൊതുവെ, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് നമ്മൾ ഇട്ട് കാണുന്നത് ആരും കാണാറുമില്ല. അപ്പം എന്നിട്ട് ഒരു ബിസിനസ് ചെയ്യുന്നില്ല എന്നല്ല അർത്ഥം, വാങ്ങുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒരു എലീറ്റ്, കുറച്ചും കൂടി ഒരു പ്രീമിയം, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു മോഡേൺ രീതിയിലുള്ള, അല്ലെങ്കിൽ ഒരു കുറച്ചൊരു റീഫ്രഷ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ദുൽഖർ സൽമാൻ്റെ ലൈഫ് സ്റ്റൈൽ ബ്രാൻഡുമായിട്ട് വന്നാൽ നല്ലതായിരിക്കും. ഓക്കെ. ഇനിയിപ്പോൾ ആക്ടേഴ്സിൻ്റെ പോലെ തന്നെ ഇൻഫ്ലുവൻസറേ ആക്ടേഴ്സിനെ പോലെ തന്നെ അത്രയും ഭയങ്കര ബ്രാൻഡ് വാല്യൂ ഉള്ള ഈ ആഡ്സിനും ഒക്കെ പറ്റുന്നൊരു ഇൻഫ്ലുവൻസറുടെ പേര് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ പേരാണ് പറയുക? എനിക്കൊരു അഹാന കൃഷ്ണ ഈസ് എ വെരി ഗുഡ് ഫിറ്റ്. നൂറിൻ ഷെരീഫ് ഈസ് ഗുഡ്. അവരൊക്കെ ആഡ്സൊക്കെ ഞാൻ കാണാറുണ്ട്. നല്ല വലിയ വലിയ ബ്രാൻഡ്സുമായിട്ടാണ് അവർ കൊളാബറേറ്റ് ചെയ്യുന്നത്. അപ്പം ഇൻഫ്ലുവൻസേഴ്സ് ഒരു എ ക്ലാസ് സെലിബ്രിറ്റിയുടെ ലെവലിലുള്ള ആൾക്കാർ തന്നെയാണ് ഇവരൊക്കെ, എനിക്ക് തോന്നുന്നത്. ഓക്കെ. ഇനി 2026 നമ്മളിങ്ങനെ പോഡ്കാസ്റ്റിൽ നിന്ന് സംസാരിക്കുമ്പോഴേ ആസ് എ ബിസിനസ് എക്സ്പേർട്ട്, ഏഞ്ചൽ ഇൻവെസ്റ്റർ അല്ലേ, എങ്ങനെയൊക്കെയാണ് ഇനി ഭാവിയിലേക്കുള്ള ബിസിനസ്സുകൾ പ്ലാൻ ചെയ്യുന്നത്? എന്തൊക്കെയാണ് ബിസിനസ്സുകളിലുള്ള അബ്ബാസിൻ്റെ സ്വപ്നങ്ങൾ? ഈ പോഡ്കാസ്റ്റ് ഞാനൊരു എഡ്യൂക്കേഷണൽ പർപ്പസാണ് ഉദ്ദേശിക്കുന്നത്. ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ഇതിനകത്ത് നിന്ന് കിട്ടട്ടെ എന്നാണ്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു 10-12 ലൈഫ് സ്റ്റൈൽ ബ്രാൻഡുകൾ തുടങ്ങുന്ന ആളുകളുമായി കൊളാബറേറ്റ് ചെയ്ത് അതിൽ ഏഞ്ചൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു 3-4 ചെയ്തിട്ടുണ്ട്. അതിലെല്ലാം അടിപൊളിയാവും നമുക്ക് പറയാൻ പറ്റില്ല. ബിസിനസ്സുകൾ ഫെയിൽ ആവാം. അപ്പം അതുകൊണ്ട് ഒരു 10-40 ചെയ്താലായിരിക്കും ചിലപ്പോൾ ഒരു 10-12 ബാക്കിയാവും.
അപ്പോൾ അത്തരത്തിൽ ഒരു ഏഞ്ചൽ ഇൻവെസ്റ്ററായിട്ട് തുടരാൻ ആഗ്രഹമുണ്ട്. കാരണം പലപ്പോഴും ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് കേരളത്തിലുള്ള ആളുകൾ ടെക് ഇൻവെസ്റ്റേഴ്സാണ് കൂടുതലുള്ളത്. ടെക്നോളജി ബേസ്ഡ് കമ്പനികൾക്കാണ്. ലൈഫ് സ്റ്റൈൽ ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളില്ല. ഇനി ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ പോലും നല്ലൊരു ഇൻഫർമേഷൻ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ആളുകളില്ല. എങ്ങനെയാണ് ബിസിനസ് ചെയ്യേണ്ടത് എന്നുള്ളത് മുഴുവനായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലെങ്കിലും ഒരു ഗൈഡൻസ് കൊടുക്കാൻ പറ്റുന്ന ആളുകൾ കുറവാണെന്ന് വിശ്വസിച്ചാണ് ഞാനൊക്കെ കഷ്ടപ്പെട്ട് റീലൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇൻഫർമേഷൻ പാസ് ചെയ്യണമെന്നും ആളുകൾക്ക് റൈറ്റ് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തി അതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നും കുറച്ച് നല്ല ബ്രാൻഡുകൾ ഒരു വിരലിലും എണ്ണാവുന്നതിനേക്കാൾ കുറച്ച് കൂടുതൽ ഒരു 12 എണ്ണം, ഒരു ഡസൻ ഓഫ് ബ്രാൻഡ്സ് എൻ്റെ ആണെന്ന് എനിക്ക് പറയണം, അല്ലെങ്കിൽ ഞാനും കൂടി അതിനകത്ത് ഉണ്ടെന്ന് പറയണം എന്നുള്ള ആഗ്രഹം നമുക്കുണ്ട്. 2026 1-2 എണ്ണം ഇപ്പോൾ ഡിസ്കഷനിലുണ്ട്. ഹോപ്പ്ഫുള്ളി ഇൻ 2026 1-2 സെലിബ്രിറ്റി ഡ്രിവൺ ബ്രാൻഡുകൾ വരും. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. എന്തായാലും അബ്ബാസിൻ്റെ ആഗ്രഹങ്ങളൊക്കെ പെട്ടെന്ന് സക്സസ് ആവട്ടെ. ഡസൻ കണക്കിന് ഈ പറയുന്ന പോലെ ബ്രാൻഡുകളായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ദ ക്വാളിറ്റി ടൈം. ഈ പറയുന്ന പോലെ ഇതിൽ നിന്ന് ബിസിനസ് ഈ പറഞ്ഞ പോലെ ഡ്രൈവൺ ആയിട്ടുള്ള ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഈ പറയുന്ന പോലെ എടുക്കാൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ദ ക്വാളിറ്റി ടൈം. താങ്ക് യു ഫോർ ഹാവിങ് മീ ഇൻ ദ ഫസ്റ്റ് പ്ലേസ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, സെലിബ്രിറ്റീസിൻ്റെ ഒരുപാട് ഓഡിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ സാധാരണ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. അവർക്ക് എല്ലാവർക്കും എങ്ങനെയാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നതെന്നും എന്തൊക്കെ സാധ്യതകൾ ഇതിനകത്ത് ഉണ്ടെന്നുള്ളതും ചെറിയ രീതിയിൽ ടച്ച് ചെയ്യാനാണ് ശ്രമിച്ചിരിക്കുന്നത്. ഹോപ്പ്ഫുള്ളി അവർക്കൊക്കെ ഇൻഫോർമേറ്റീവ് ആവുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ ഹാവിങ് മീ. താങ്ക് യു സോ മച്ച്. ശരിക്കും ചെയ്യണം.